നിങ്ങളെല്ലാവരുടെ മുമ്പിൽ വീണ്ടും വരാൻ ഒരു അവസരം ദൈവം നൽകി. അപ്പം ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. അപ്പോൾ ഇന്നേ ദിവസം നമ്മൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് നമ്മൾ ഇന്ന് കൈകാര്യം ചെയ്യാൻ പോകുന്നത്. അതായത് എൻ്റെ ലൈഫിൽ ഇപ്പം ഞാൻ എപ്പോഴും പലപ്പോഴും നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. പണ്ടത്തെ പല വീഡിയോസും നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തുകൊണ്ട് ഇപ്പം നിങ്ങളിങ്ങനെ മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ച് ഇങ്ങനെ കൂടുതൽ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബാക്കിയുള്ള കാര്യങ്ങളൊന്നും എന്തുകൊണ്ട് പ്രൊമോട്ട് ചെയ്യുന്നില്ല എന്ന് ചോദിച്ച സമയത്തെല്ലാം ഞാൻ അവരുടെ അടുത്ത് എല്ലാവർക്കും പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉണ്ട്. ഞാൻ മ്യൂച്വൽ ഫണ്ടിൽ കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 13 ക്വാളിറ്റീസ് ഉണ്ട്. ഈ ക്വാളിറ്റീസിനെ കോമ്പറ്റേറ്റ് ചെയ്യാവുന്ന വേറെ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു പ്രൊഡക്റ്റ് നമ്മൾ നമ്മൾ പ്രൊമോട്ട് ചെയ്യും എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ഏകദേശം ഇപ്പം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 10-17 വർഷമായി ഞാൻ ഈ ഒരു ഇൻഡസ്ട്രിയിൽ. ഈ ജൂൺ വരുന്ന സമയത്ത് 18 വർഷം കംപ്ലീറ്റ് ആണ്. ഇപ്പൊ 18 വർഷത്തിനിടെ എനിക്ക് വളരെയധികം കോൺഫിഡൻറ്റ് ലഭിച്ച, അതായത് ഇത് ഇൻ ഫ്യൂച്ചറിൽ ഇപ്പൊ ഇതിൻ്റെ ഒരു ഇൻട്രൊഡക്ടറി ടൈമാണ്. അപ്പൊ അതുകൊണ്ട് എന്താണ് സംഭവിക്കാൻ പോകണമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ അടുത്ത ഏതാനും വർഷങ്ങൾക്കുള്ളിൽ, അടുത്ത ഒരു 5 വർഷമോ 10 വർഷമോ കഴിയുമ്പോഴേക്കും NRI ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇടയിൽ ഏറ്റവും കൂടുതൽ, പ്രത്യേകിച്ച് ഗൾഫ് NRI ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇടയിൽ ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ് ആവുന്ന, അല്ലെങ്കിൽ അട്രാക്റ്റീവ് ആകാൻ പോകുന്ന ഒരു ഫിനാൻഷ്യൽ പ്രൊഡക്റ്റിനെ കുറിച്ചാണ്. ഇന്ന് മ്യൂച്വൽ ഫണ്ട് എത്രത്തോളം ഫെമിലിയർ ആണോ, അതുപോലെ തന്നെ ഒരു ഫെമിലിയർ ആകാൻ പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇന്നേ ദിവസം ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാണാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മളെ സംബന്ധിച്ച് എന്തുകൊണ്ട് നമ്മൾ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യണം, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം നമ്മളെ സംബന്ധിച്ച് ഇപ്പം ലോകത്തിൽ ഇപ്പം 100 കണക്കിന് രാജ്യങ്ങളുണ്ട്. പക്ഷെ ഇന്ത്യ എന്നുള്ളൊരു രാജ്യത്തിനെ സംബന്ധിച്ച് ആ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണ്? അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കുറച്ച് ഡേറ്റാസ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം ആദ്യം. അതായത് ഇപ്പം നമുക്കറിയാം, ഇപ്പം നമ്മളിപ്പോൾ ഒരു യാത്ര പോകണേണ് എന്ന് വിചാരിച്ചോ. ഇപ്പം എന്നെ സംബന്ധിച്ച് ഇപ്പം ഞാനിപ്പോൾ ഒരു പാസ്റ്റർ ട്രെയിൻ ഉണ്ട്, പിന്നെ ഒരു ഫാസ്റ്റായിട്ട് പോകുന്ന ഏതെങ്കിലും, ഇപ്പം രാജധാനി എക്സ്പ്രസ് പോലെയുള്ള ഒരു ട്രെയിൻ ഉണ്ട്, ഇപ്പോൾ വന്ദേ ഭാരത് പോലെയുള്ള ട്രെയിൻ ഉണ്ട്. അപ്പം ഞാൻ എന്ന് പറഞ്ഞൊരു വ്യക്തി ഇതിൽ ഏത് ട്രെയിനിൽ കയറിയിരിക്കുന്നു എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ പാസ്റ്റർ ട്രെയിനിൽ കയറിയിരുന്നു കഴിഞ്ഞാൽ, ഞാൻ പാസ്റ്റർ ട്രെയിനിൽ ഇരിക്കുന്ന അതേ സമയമായിരിക്കില്ല ഒരു വന്ദേ ഭാരത് അല്ലെങ്കിൽ ഒരു എക്സ്പ്രസ് ട്രെയിൻ എടുക്കുന്നത്. അപ്പം ഇതുപോലെ തന്നെ നമ്മളൊരു ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മളെ സംബന്ധിച്ച് ഇപ്പൊ വന്ദേ ഭാരത് പോലെയുള്ള ഒരു ട്രെയിനിൽ വെറുതെ ഇരുന്ന് കൊടുത്താൽ മതി, നമ്മൾ വളരെ ഫാസ്റ്റായിട്ട് നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തും. അതുപോലെ തന്നെ നമ്മളൊരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏത് രാജ്യത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. വളരെ നല്ല രീതിയിൽ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്താണോ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ ഒരു ഡേറ്റ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇപ്പൊ ഇന്ത്യയെ സംബന്ധിച്ച് ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് എക്കണോമി, അതായത് ഇവിടെ 2 കളറിൽ കൊടുത്തിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കലണ്ടർ ഇയർ 2010 മുതൽ 2019 വരെയുള്ള ഡേറ്റയാണ് ഈ കളറിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ 21 തുടങ്ങി 27 വരെ, അതായത് ഇപ്പൊ നിലവിൽ നമ്മൾ ഇപ്പൊ 25-ലാണ്, അടുത്തൊരു 2 വർഷത്തെ പ്രൊജക്ഷൻ കൂടി കൂട്ടിയിട്ടാണ് ഈ ഒരു ഡേറ്റ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ത്യയെ സംബന്ധിച്ച് ഈ 2010 തുടങ്ങി 2019 വരെയുള്ള ഏകദേശം 10 വർഷം ആവറേജ് ഇന്ത്യൻ എക്കണോമിക് ഗ്രോ ചെയ്തത് 7%. ആ സമയത്ത് ചൈനീസ് മാർക്കറ്റ് ഗ്രോ ചെയ്തത് 7.7%. എന്നാൽ ഇനി 2021 മുതൽ 2027 വരെയുള്ള കാലഘട്ടം, അതായത് ഈ ഒരു കാലഘട്ടം നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ത്യൻ എക്കണോമി 6.4% ലെവലിൽ ഗ്രോ ചെയ്യുമെന്നാണ് പറയുന്നത്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ചൈനീസ് എക്കണോമി 7.7 ഉണ്ടായിരുന്നത് 3.9 ഡൗൺ ആകുമെന്നാണ് പല സർവേകളും പല റിപ്പോർട്ടുകളെല്ലാം പറയുന്നത്. അതായത് ഇന്ത്യ വരും കാലങ്ങളിൽ ഇന്ന് ലോകത്തെ ഭരിക്കാൻ പോകുന്ന ഒരു രാജ്യം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇന്ത്യയുടെ കാലഘട്ടമാണ്. അപ്പോൾ ഏറ്റവും ഫാസ്റ്റായിട്ട് ഗ്രോ പോകാൻ പോകുന്ന, അല്ലെങ്കിൽ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു എക്കണോമിയാണ് ഇന്ത്യ. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ
വന്ദേ ഭാരത് ട്രെയിനിൽ ഇരുന്ന് കൊടുത്താൽ മതി, നമ്മൾ ഫാസ്റ്റായിട്ട് അവിടെ എത്തും. അതുപോലെ തന്നെ ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു രാജ്യത്ത് ഇൻവെസ്റ്റ് ചെയ്താൽ മതി, നമ്മൾ ഈ ഇൻവെസ്റ്റ്മെന്റിന് കൂടുതൽ റിട്ടേൺസ് നമുക്ക് ലഭിക്കും. ഇനി അടുത്തൊരു ഡേറ്റ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ നോക്കി 2005 മുതൽ 2027 വരെ, അതായത് ഇന്ത്യ എവിടെയായിരുന്നു 2005-ൽ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 13ാമത്തെ ലോകത്തിലെ ഏറ്റവും വലിയ എക്കണോമി ആയിരുന്നു ഇന്ത്യ. അന്ന് ഇന്ത്യയുടെ GDP ഇപ്പൊ വേൾഡ് ആയിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ വെറും 3.3%. 2010 ഇന്ത്യ 9ാമത്തെ സ്ഥാനത്തിലേക്ക് കയറി, 2015 7th പൊസിഷനിലായി, 2020 ഇന്ത്യ 6th ആയി. ഇപ്പൊ നിലവിൽ ഇന്ത്യ ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ജപ്പാന് തൊട്ട് പുറകിലിരിക്കുന്നതാണ്. എനിക്ക് തോന്നുന്നു അധികം താമസിക്കാതെ തന്നെ ജപ്പാന് ഇപ്പൊ ഇന്ത്യ കവർ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. 2027 ആകുമ്പോൾ ഇന്ത്യ ഏകദേശം ഒരു 5.5 ട്രില്യൺ എക്കണോമി ആയിട്ട് മാറുമെന്നാണ് ഇപ്പൊ IMF പ്രെഡിക്റ്റ് ചെയ്തിരിക്കുന്നത്. ആ സമയത്ത് ഇന്ത്യ US ചൈന കഴിഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ എക്കണോമി ആയിട്ട് മാറുമെന്നാണ് പറയുന്നത്. പക്ഷെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആ സമയത്ത് ഇന്ത്യയുടെ എക്കണോമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 5.4 ട്രില്യൺ ആണ്. ചൈന ആ സമയത്ത് ഇന്ത്യയായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യനേക്കാൾ ഏകദേശം ഒരു 4 മടങ്ങ് വലിപ്പം ആ സമയത്ത് ചൈനക്ക് ഉണ്ടാവും. ഇപ്പൊ US ആയിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ആ സമയത്ത് US ഏകദേശം ഒരു 31 ട്രില്യൺ, ഇന്ത്യയായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ഏകദേശം ഒരു 6x, ഒരു 6 മടങ്ങോളം അത്രയും വലിയൊരു എക്കണോമി ആയിരിക്കും US എന്നാണ് ഇപ്പൊ IMF എല്ലാം പ്രെഡിക്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഇന്ത്യയെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നിപ്പോ നിലവിൽ US അല്ലെങ്കിൽ 2027 US ഒരു 30 ട്രില്യൺ എക്കണോമി ആയിട്ട് മാറുമെന്നാണ് ഈ IMF എല്ലാം പ്രെഡിക്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ച് ഇപ്പൊ നമ്മളിപ്പോ നിലവിലിരിക്കുന്ന 2025-ലാണ്. അടുത്ത ഏകദേശം ഒരു 22-23 വർഷം കഴിയുമ്പോൾ, അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 100 വർഷം കംപ്ലീറ്റ് ആകുമ്പോൾ, ഫിനാൻഷ്യൽ ഇയർ 47 2047 ഇന്ത്യ ഇന്ന് US എക്കണോമി എത്രയായിരിക്കും ആ ഒരു അവസ്ഥയിലേക്ക് ഇന്ത്യ എത്തിച്ചേരുമെന്നാണ് ഒരു മിക്ക എക്കണോമിസ്റ്റുകളും അവരെല്ലാവരും പ്രെഡിക്റ്റ് ചെയ്തിരിക്കുന്നത്. അതായത് അത്രയ്ക്ക് ഫാസ്റ്റ്, അതായത് ആ ഒരു ലെവലിലേക്ക് ഗ്രോ ചെയ്യണമെങ്കിൽ ഏകദേശം ഒരു 9.5% വെച്ച് ഓൺ ആൻ ആവറേജ് ഗ്രോ ചെയ്യാൻ സാധിച്ചു മാത്രമേ ഇന്ത്യയെ സംബന്ധിച്ച് ആ ഒരു പൊസിഷനിലേക്ക് ഇന്ത്യക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ പണ്ടത്തെ ഒരു ഇൻവെസ്റ്റ്മെന്റ് സ്റ്റൈലും അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ FIS വലിയ രീതിയിൽ ലക്ഷക്കണക്കിന് കോടി രൂപ ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോയി. പക്ഷെ അത്രയും എമൗണ്ട് മാർക്കറ്റിൽ നിന്ന് പോയിട്ടും അത്രയ്ക്ക് വലിയൊരു ഇടിവ്, ഇപ്പൊ ഒരു 10% അല്ലെങ്കിൽ 14% ഒക്കെ ഇടിവൊക്കെ സംഭവിച്ചു. അതൊന്നും മാർക്കറ്റിൽ അത്രയ്ക്ക് വലിയ ഇടിവ് എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം ഇപ്പൊ 2008 നമുക്കറിയാം മാർക്കറ്റിൽ 50-60% ഇടിവാണ് സംഭവിച്ചത്. പക്ഷെ ഇത്രയും വലിയ എമൗണ്ട് ഇപ്പൊ ഏകദേശം ഒരു 3 ലക്ഷം കോടിയിലധികം രൂപ വിഡ്രോ ചെയ്തു പോയിട്ടും അത്രയ്ക്കും വലിയ രീതിയിൽ മാർക്കറ്റിൽ ഇടിവ് വന്നില്ല. അതിനുള്ള റീസൺ എന്താണ്? ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്ന ബ്ലൂ കളറിലുള്ളത്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ആണ് ഇവിടെ ഈ ഒരു ഓറഞ്ച് കളറിൽ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് കാണാവുന്ന ഒരു കാര്യം, ഇപ്പൊ നേരത്തെ എന്ന് പറഞ്ഞ FIS അല്ലെങ്കിൽ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് അവരുടെ ഇൻവെസ്റ്റ്മെന്റ് ആണ് ഇന്ത്യൻ മാർക്കറ്റിനെ ഫുള്ള് നിയന്ത്രിച്ചിരുന്നത്. പക്ഷെ ഇപ്പൊ ഇവിടെ 2024 റിപ്പോർട്ട് പ്രകാരം FIS ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നെറ്റ് അവർ ഇൻവെസ്റ്റ്മെന്റ് വന്നിരിക്കുന്ന ഏകദേശം 2000 കോടി രൂപ മാത്രമാണ്. ആ ഒരു വർഷത്തിൽ ടോട്ടലി 2000 കോടി മാത്രം. അതേസമയം ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5,11,000 കോടി രൂപയാണ്. 5,11,000 കോടി രൂപ. അതായത് ഇപ്പൊ ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് FIS മാത്രമല്ല ഇന്ത്യൻ മാർക്കറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതായത് ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സും അവരും ഇന്ത്യൻ മാർക്കറ്റിലെ ഇന്ന് കീ റോൾ, അതായത് FISനേക്കാൾ ഉപരി ഉള്ള ഒരു കീ റോൾ വഹിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ FISും ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ FIS അവർ വലിയ തുക ഇൻവെസ്റ്റ് ചെയ്യും, അവർ പെട്ടെന്ന് അവർ വിഡ്രോ ചെയ്തു പോകും.
കാരണം അവരെ സംബന്ധിച്ച് ഗ്ലോബൽ ആയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് നോക്കി നടക്കുന്ന ആൾക്കാരാണ് FIS. പക്ഷേ ഇവര് ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് ഇപ്പൊ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്ന എൻ്റെ റിട്ടയർമെന്റിന് വേണ്ടി, അല്ലെങ്കിൽ എൻ്റെ കുട്ടികളുടെ എഡ്യൂക്കേഷന് വേണ്ടി, അങ്ങനെയുള്ള ഗോൾ പർപ്പസിന് വേണ്ടിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ നമ്മൾ പെട്ടെന്ന് നമ്മൾ എമൗണ്ട് വിഡ്രോ ചെയ്ത് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. അതാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇന്ത്യൻ മാർക്കറ്റ് കുറച്ചും കൂടി ഒരു സ്റ്റേബിൾ പൊസിഷനിലേക്ക്, അതായത് പണ്ട് ഇപ്പൊ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ഇപ്പൊ നമ്മളുടെ അടുത്ത് എമൗണ്ട് വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് വലിയ ക്രാഷ് വരുമെങ്കിൽ അതേ തരത്തിലുള്ള ക്രാഷ് ഇപ്പൊ ഇന്ത്യൻ മാർക്കറ്റിൽ വരാത്തതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സ് ഇന്ന് വളരെ സ്ട്രോങ് ആണ് എന്നതാണ്. ഇനി ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിപ്പോ എമർജിംഗ് മാർക്കറ്റ് ഇൻഡെക്സിലെ ഇന്ത്യയുടെ കോൺട്രിബ്യൂഷൻ ആണ്. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ബ്ലൂ കളറിൽ കാണുന്നതാണ്, ഡാർക്ക് ബ്ലൂ കളറിൽ കാണുന്നതാണ് ഇന്ത്യ. 2013 നോക്കിക്കഴിഞ്ഞാൽ വെറും 5% കോൺട്രിബ്യൂഷനെ ഈ ഇൻഡെക്സിൽ ഇന്ത്യക്ക് ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഇന്നിപ്പോ 2024 നോക്കുന്ന സമയത്ത് ഇപ്പൊ നമുക്ക് കാണാവുന്ന ഒരു കാര്യം ഏകദേശം 15%, ഏകദേശം ഈ ചൈനയായിട്ട് കമ്പയർ ചെയ്യാവുന്ന ഒരവസ്ഥയിലേക്ക് ഇന്ത്യയുടെ കോൺട്രിബ്യൂഷൻ കൂടി എന്നാണ് ഇതെല്ലാം നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പൊ അതുകൊണ്ട് ഇന്ത്യ എന്ന് പറഞ്ഞൊരു രാജ്യം എന്തായാലും വളരും. ഇന്ത്യ എന്ന് പറഞ്ഞൊരു രാജ്യത്തിന് വളരാതെ വേറെ ഓപ്ഷൻ ഇല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ലോകത്തിലെ ഏറ്റവും കൂടുതൽ യങ്ങസ്റ്റ് പോപ്പുലേഷൻ ഉള്ളത് ഇന്ത്യയിലാണ്. അപ്പൊ ഇന്ത്യ എന്ന് പറഞ്ഞൊരു രാജ്യം ഈ തരത്തിൽ വളരുമ്പോൾ അതിന്റെ ബെനഫിറ്റ് ആർക്കാണ് ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരിക്കലും ബാങ്ക് നിഫ്റ്റിയിൽ നിക്ഷേപിച്ച ആൾക്കാർക്കായിരിക്കില്ല. അതൊരിക്കലും ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഗോൾഡിൽ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്കായിരിക്കില്ല. അതൊരിക്കലും ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാർക്ക് ആയിരിക്കില്ല. അത് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ലഭിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലത്തെ കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഇപ്പൊ ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത ഇൻവെസ്റ്റേഴ്സിനും അതോടൊപ്പം തന്നെ മ്യൂച്വൽ ഫണ്ട് പോലെയുള്ള ഇൻവെസ്റ്റ്മെന്റിലൂടെ ഷെയർ മാർക്കറ്റിൽ എൻട്രി ചെയ്തിരിക്കുന്ന ആൾക്കാർക്കായിരിക്കും അതിന്റെ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ലഭിക്കാൻ പോകുന്നത്. കാരണം ഒരു രാജ്യം, ഒരു എക്കണോമി വളരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ കമ്പനികൾ വളർന്നു കഴിഞ്ഞാൽ മാത്രമേ അവിടുത്തെ എക്കണോമി വളരുള്ളൂ. ഇപ്പൊ ഇന്ത്യയിലുള്ള എല്ലാ കമ്പനികളും കൂടി മൊത്തം പ്രൊഡക്ഷൻ ആണ് GDP എന്ന് പറയുന്നത്. അപ്പൊ ഇന്ത്യയിൽ എത്രത്തോളം പ്രൊഡക്ഷൻ കൂടുന്നു, അല്ലെങ്കിൽ നമ്മൾ എത്രത്തോളം നമുക്ക് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നോ അതിനെ ബേസ് ചെയ്തിട്ടാണ് ഇപ്പൊ ഇന്ത്യൻ എക്കണോമി തന്നെ തീരുമാനിക്കപ്പെടുന്നത്. അപ്പൊ ഇന്ത്യ എന്ന് പറഞ്ഞൊരു രാജ്യം വളരണമെങ്കിൽ ഇന്ത്യയിലത്തെ കമ്പനികൾ വളർന്നേ പറ്റൂ. ഇന്ത്യയിലത്തെ കമ്പനികൾ വളരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന നമ്മളും വളരും. അതാണ് പറയുന്നത്. ഞാൻ അതിന്റെ ഒരു ചെറിയൊരു കണക്ക് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. അതായത് ഇപ്പൊ നിലവിൽ 6 ട്രില്യൺ എക്കണോമി, 6 ട്രില്യൺ മേലെ എക്കണോമി ആയിട്ടുള്ള 2 രാജ്യങ്ങളാണ് ലോകത്തിലുള്ളത്. ഇപ്പൊ ഞാൻ നേരത്തെ കാണിച്ചു തന്നു. അതായത് ഒന്ന് ചൈന, 2 നമ്മുടെ USA ഇപ്പൊ ഏകദേശം ഒരു 30 ട്രില്യൺ ആണ്. ചൈനീസ് എക്കണോമി ഏകദേശം ഇപ്പൊ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഒരു 21 ട്രില്യൺ എക്കണോമിയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പൊ നിലവിലുള്ളത് ജർമ്മനിയാണ്. ജർമ്മനി ഇപ്പൊ 5 ട്രില്യൺ എക്കണോമിയാണ്, ഏകദേശം ഒരു 5 ട്രില്യൺ എക്കണോമിയാണ്. അതായത് 2027 കണക്കാണ് ഞാൻ പറയുന്നത്. ഇനി വരാൻ പോണ കണക്ക് വെച്ചാണ് ഞാൻ പറയുന്നത്. പക്ഷെ ഇന്ത്യയെ സംബന്ധിച്ച് ഇപ്പൊ എന്തുകൊണ്ട് നമ്മൾ ഇന്ത്യൻ എക്കണോമി ഗ്രോ ചെയ്യുന്ന സമയത്ത് ഏത് രീതിയിലുള്ള ബെനിഫിറ്റുകളാണ് അവിടെ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഇൻവെസ്റ്റേഴ്സിന് ലഭിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇവിടെ ഈ ഒരു കണക്ക് നമുക്ക് നോക്കിയാൽ മതി. അതായത് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും USA 2.5 ട്രില്യൺ 6 ട്രില്യൺ എക്കണോമി ആയിട്ട് മാറിയത് 1978 1990 ഇടക്കാണ്. അതായത് ഏകദേശം 12 വർഷം സമയം എടുത്തു അവർ 2.5 ട്രില്യൺ 6 ട്രില്യൺ എക്കണോമി ആയിട്ട് മാറി. ചൈന ഈ പറഞ്ഞ 6 ട്രില്യൺ എക്കണോമി ആയിട്ട് മാറിയത് 2005 2010 എടുക്കണം. അതായത് ഏകദേശം ഒരു 5 വർഷം സമയം കൊണ്ടാണ് ചൈനീസ് എക്കണോമി ഈ പറഞ്ഞ അവരുടെ GDP മൾട്ടിപ്ലൈ ചെയ്ത് ഇരട്ടിയാക്കിയത്. അപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ USA 12 വർഷവും ചൈന 5 വർഷവും. അങ്ങനെയാണെങ്കിൽ ആ സമയത്ത് അവിടുത്തെ മാർക്കറ്റ് എന്ത് റിട്ടേൺസ് കൊടുത്തു, അതാണ് നമ്മളിവിടെ നോക്കുന്നത്.
ഇവിടെ ആദ്യം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ US മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ S&P 500 നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാവുന്ന ഒരു കാര്യം, ഈ ഒരു ടൈമിൽ US മാർക്കറ്റ് കൊടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ആവറേജ് 17% റിട്ടേൺ ആണ്, 17% റിട്ടേൺ ആണ് ഈ പറഞ്ഞ 1978-നും 1990-നും ഇടയ്ക്ക് US മാർക്കറ്റ് കൊടുത്തത്. ഇപ്പൊ നമുക്കറിയാം ചൈനീസ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ വളരെ ഫാസ്റ്റ് ആയിട്ട് ഗ്രോ ചെയ്തു. അതായത് ഇവർ 12 വർഷം എടുത്ത സമയത്ത് ഇവർ വേറെ 5 വർഷം എടുത്തോളൂ. ഇവിടെ നമ്മൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചൈനീസ് മാർക്കറ്റ് ഈ 5 വർഷം കൊണ്ട് അവർ ഗ്രോ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവറേജ് 31% വെച്ചുള്ള ഗ്രോത്ത് ആണ് ചൈനീസ് മാർക്കറ്റിന് ലഭിച്ചത്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു എക്സ്പെക്ടേഷൻ പ്രകാരം ഇപ്പൊ ഇന്ത്യയെ സംബന്ധിച്ച് ഇപ്പൊ ഈ ഒരു കണക്ക് വളരെ കൺസർവേറ്റീവ് ആയിട്ടുള്ള ഒരു കണക്കാണ് ഇവിടെ പറയുന്നത്. 2030 ആണ് ഇന്ത്യ 6 ട്രില്യൺ എക്കണോമി ആയിട്ട് മാറും എന്ന് പറയുന്നത്. പക്ഷെ ഇപ്പൊ പല കണക്കുകളും പറയുന്നത് 2007 അല്ലെങ്കിൽ 8 ആ ഒരു ടൈമിൽ ഇന്ത്യ 6 ട്രില്യൺ എക്കണോമി ആയിട്ട് മാറും എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ 12 വർഷം എടുക്കുകയില്ല, 5 വർഷം കൊണ്ട് ഇന്ത്യ ആകില്ല, ഏകദേശം ഒരു 7-8 വർഷം കൊണ്ടായിരിക്കും ഇന്ത്യൻ എക്കണോമി മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അങ്ങനത്തെ ഒരു സാഹചര്യം വന്ന സമയത്ത് ഇപ്പോൾ ഈ കണക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം, ഇന്ത്യൻ എക്കണോമി ആ ഒരു ലെവലിലേക്ക് വളരുമ്പോൾ ആ ലെവലിലേക്ക് വളരുമ്പോൾ ഇതിൻ്റെ ഇടക്ക് റിട്ടേൺസ് തരാനുള്ള പോസിബിലിറ്റീസ് നമ്മളെ സംബന്ധിച്ച് നമുക്ക് മാർക്കറ്റിലുണ്ട്. അതായത് ഇതിനു മുമ്പത്തെ പല കണക്കുകളും പറയുന്നത് ഈ രീതിയിലാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഏകദേശം അത്യാവശ്യം നല്ലൊരു ലീവ്, അതായത് നമ്മളെ സംബന്ധിച്ച് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ചൈന ഏകദേശം ഒരു 2005 ആ ഒരു അവസ്ഥയിൽ ചൈന എവിടെയായിരുന്നു ആ സമയത്താണ് ഇപ്പൊ ഇന്ത്യ ആയിരിക്കുന്നത്. ഇനി അടുത്തൊരു 15-20 വർഷം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ എക്കണോമിയെ സംബന്ധിച്ച് ചൈന എങ്ങനെ വളർന്നോ അത്രയ്ക്കും ചിലപ്പോൾ ഫാസ്റ്റിൽ ഇന്ത്യക്ക് വളരാൻ പറ്റുമോ എന്നുള്ളത് സംശയമാണ്. പക്ഷെ എന്നിരുന്നാൽ പോലും ചൈന എങ്ങനെ വളർന്നോ അതിൻ്റെ ഏകദേശം അടുത്തൊരു വളർച്ച ഇന്ത്യക്ക് കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഇപ്പൊ ചൈനയെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല. ചൈനയിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ അവർക്ക് ഗ്രോത്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ വന്ദേ ഭാരത് ട്രെയിനിൽ കയറി ഇരുന്ന് കഴിഞ്ഞാൽ, ഫാസ്റ്റായിട്ട് പോകുന്ന ഒരു ട്രെയിനിൽ കയറി ഇരുന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തുന്ന പോലെ ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യുന്ന ഒരു എക്കണോമിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാലാണ് നമുക്ക് അതനുസരിച്ചുള്ള ഗ്രോത്ത് നമുക്ക് നേടാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പലപ്പോഴും നമുക്ക് കാണാവുന്ന ഒരു കാര്യം, ഇപ്പൊ ഒരു ഗൾഫ് NRI അവരെ സംബന്ധിച്ച് പല ആൾക്കാരും, കാരണം ഇപ്പൊ ഇഷ്ടം പോലെ ആൾക്കാരെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അവരെ പല ആൾക്കാരെയും അവരെ പുറകോട്ട് വലിക്കുന്ന 2-3 കാര്യങ്ങളാണ് ഇവിടെ ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, ഫിയർ ഓഫ് ടാക്സേഷൻ ഓൺ ക്യാപിറ്റൽ ഗെയിൻ ആൻഡ് ഇൻകം. കാരണം നമുക്കറിയാം ഇവിടെ ഇപ്പൊ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇപ്പൊ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺസിന് നമുക്ക് ടാക്സ് കൊടുക്കാനുള്ള ലയബിലിറ്റി ഉണ്ട്. അപ്പൊ പൊതുവെ ഗൾഫ് NRIs എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അങ്ങനെ പ്രത്യേകിച്ച് അവിടെ ഒന്നും ടാക്സ് കൊടുത്തൊന്നും ശീലമില്ലാത്തതുകൊണ്ട് ഇപ്പൊ ഇന്ത്യയിൽ ഇത്തരം ശതമാനം 12.5% ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ഒക്കെ കൊടുക്കണമെന്ന് പറയുന്ന സമയത്ത് പല ആൾക്കാരെയും മടിക്കാറുണ്ട്. പക്ഷെ അത് ഈവൻ ഇപ്പൊ UK അല്ലെങ്കിൽ US അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ പല രാജ്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് അത് വലിയ പ്രശ്നമില്ല, കാരണം അവിടെ ഇതിനേക്കാൾ വലിയ ടാക്സ് അവർ കൊടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. പിന്നെ പല ആൾക്കാരെയും നമ്മൾ കാണുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റുപ്പി ഡിപ്രീസിയേഷൻ. കാരണം ഇന്ത്യൻ റുപ്പീസ് ഏകദേശം ഒരു 3-4% ഓൺ ആൻ ആവറേജ് ഇന്ത്യൻ റുപ്പീസ് ഡിപ്രീസിയേഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ അവരുടെ കയ്യിലുള്ള ഫോറിൻ കറൻസി അത് ഇന്ത്യൻ റുപ്പീസിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പല ആൾക്കാർക്കും ഒരു മടിയുണ്ട്. പിന്നെ പല ആൾക്കാരും ചലഞ്ച് ചെയ്യുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ ഒരു തുക പുറത്തേക്ക് കൊണ്ടുപോകണമെങ്കിൽ പിന്നെ അത് വലിയൊരു ബുദ്ധിമുട്ടല്ലേ എന്നുള്ള ഒരു ചിന്ത. ഇപ്പൊ NRI അക്കൗണ്ട് ആണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ പോലും അങ്ങനത്തെ ഒരു കാര്യമുണ്ട്. പിന്നെ റിലേറ്റഡ് ആയിട്ടുള്ള കുറെ കൺഫ്യൂഷൻസ്, കുറെ സംഭവങ്ങളുണ്ട്. അപ്പൊ ഇതിനെല്ലാത്തിനുമായിട്ടുള്ള ഒരു ആൻസറാണ്, അതായത് ഈ പറഞ്ഞ കൺസേൺസ് ഇതെല്ലാം ഇല്ലാതാക്കുന്നതിന് നമ്മൾ സഹായിക്കുന്ന ഒരു സംഭവമാണ് ഗിഫ്റ്റ് സിറ്റി. എന്താണ് ഗിഫ്റ്റ് സിറ്റി? ഗുജറാത്ത് ഇന്റർനാഷണൽ ഫിനാൻസ് ടെക് സിറ്റി, അതാണ് ഇതിന്റെ എക്സ്പാൻഷൻ. ഗുജറാത്ത് ഇന്റർനാഷണൽ ഫിനാൻസ് ടെക് സിറ്റി. ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും ആദ്യത്തെ ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ സർവീസ് സെന്റർ ആണ് IFSC. ഇന്ത്യയിലത്തെ ഏറ്റവും ആദ്യത്തെ
ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ സർവീസ് സെന്ററാണ് ഗിഫ്റ്റ് സിറ്റി. എന്തുകൊണ്ട് ഇങ്ങനത്തെ ഒരു ഗിഫ്റ്റ് സിറ്റി ഇന്ത്യയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ ഇന്ത്യയിൽ കുറെ നാളുകൾക്ക് മുമ്പ്, അല്ലെ കുറച്ച് നാളുകൾക്ക് മുമ്പ്, നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ മൗറീഷ്യസ് അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പൊ സ്വിസ് ബാങ്കിലേക്ക് കൊണ്ടുപോകുന്നു. ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളെല്ലാം നമ്മൾ കേട്ടിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തുകൊണ്ട് ഇഷ്ടംപോലെ ഇൻവെസ്റ്റേഴ്സ് ദുബായിലേക്ക് വരുന്നു. ഇപ്പൊ നമ്മൾ നോക്കി ലോകമെമ്പാടുമുള്ള ഹൈ HNI കാറ്റഗറിയിലുള്ള ആൾക്കാരെ ഏറ്റവും കൂടുതൽ ആൾക്കാർ താമസിക്കാൻ വേണ്ടി ചൂസ് ചെയ്യുന്ന ഒരു രാജ്യം ഇപ്പൊ ദുബായ് ആയിട്ട് മാറിയിട്ടുണ്ട്. എന്തുകൊണ്ട്? അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത്രയും കാലാവസ്ഥപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ദുബായ് എന്ന് പറഞ്ഞ ഒരു രാജ്യത്ത് അവർ ചൂസ് ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞാൽ, ഒന്നാമത്തെ അവിടുത്തെ ഫെസിലിറ്റീസ്, രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ടാക്സേഷൻ ബെനിഫിറ്റ്. അപ്പൊ ഇവിടെ ഈ ഒരു ഗിഫ്റ്റ് സിറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഇന്ത്യക്ക് പുറത്തുള്ള തുക മാക്സിമം ഇന്ത്യയിലേക്ക് കൊണ്ടുവരിക എന്നതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫിനാൻഷ്യൽ ഹബ്ബ്. ഇപ്പൊ ദുബായ് IFSC അല്ലെങ്കിൽ സിംഗപ്പൂര് പോലെ ഒരു ഗ്ലോബൽ ഫിനാൻഷ്യൽ ഹബ്ബായിട്ട് ഇന്ത്യയെ മാറ്റുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ് ഇപ്പോൾ ഇന്റർനാഷണൽ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഗിഫ്റ്റ് സിറ്റി ഈ ഒരു കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു റീജിയൻ അല്ലെങ്കിൽ അതായത് ഇപ്പൊ നമുക്കറിയാം സെസ് ഒക്കെ പോലെയുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഇവിടുത്തെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ടാക്സ് എക്സംപ്റ്റഡ് സോൺ, അതായത് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്ന കുറെ ആൾക്കാർക്ക്, ഇപ്പൊ ഇൻവെസ്റ്റ് ചെയ്യുന്ന കമ്പനികൾക്കും ഇഷ്ടം പോലെ ടാക്സ് ആനുകൂല്യങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിനും ഇഷ്ടം പോലെ ടാക്സ് ആനുകൂല്യങ്ങളുണ്ട്. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. പിന്നെ അതോടൊപ്പം തന്നെ ഇപ്പൊ നമ്മൾ സംബന്ധിച്ച് നമുക്ക് USDയിലും ഇപ്പൊ ഫോറിൻ കറൻസി മറ്റ് പല കറൻസീസിലും ഇപ്പൊ നിലവിൽ ഏകദേശം ഒരു 15ഓളം കറൻസീസിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഗിഫ്റ്റ് സിറ്റിയിലുണ്ട്. പക്ഷെ ഇപ്പൊ ഒരു മിക്ക ഫണ്ടുകളും ഇപ്പൊ USDയിൽ മാത്രമാണ് ഇപ്പൊ നിലവിൽ ഇൻവെസ്റ്റ്മെന്റ് എടുത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അവിടെ 15 കറൻസീസ് അലൗഡ് ആണ്. അത് അതായത് ഓരോ ഫണ്ടുകൾക്ക് തീരുമാനിക്കാം അവർക്ക് ഏതൊക്കെ കറൻസി എടുക്കണമെന്ന്. അപ്പൊ ഇപ്പൊ നിലവിൽ ലോഞ്ച് ചെയ്തേക്കുന്ന ഒരു മിക്ക ഫണ്ടുകൾക്കും USD ആണ് അലൗഡ് ആയിരിക്കുന്നത്. അപ്പൊ USDയിൽ ഇൻവെസ്റ്റ് ചെയ്യാം, USDയിൽ തിരിച്ചു കിട്ടും എന്നത് ഇതിന്റെ ഏറ്റവും വലിയൊരു മറ്റൊരു അഡ്വാൻറ്റേജ് ആണ്. അപ്പൊ ഇവിടെ നമ്മളെ സംബന്ധിച്ച് ഇതിന്റെ റെഗുലേറ്ററി ബോർഡ്, അതായത് ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ RBI നമ്മൾ കേട്ടിട്ടുണ്ട്, ഇപ്പൊ SEBI നമ്മൾ കേട്ടിട്ടുണ്ട്, IRDA കേട്ടിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഈ ഗിഫ്റ്റ് സിറ്റീനെ റെഗുലേറ്റ് ചെയ്യുന്നത്, അവിടുത്തെ റെഗുലേറ്ററി ബോർഡിന്റെ പേരാണ് IFSCA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഇന്റർനാഷണൽ, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ സർവീസ് സെന്റർ അതോറിറ്റി, അതാണ് IFSCയുടെ റെഗുലേറ്ററി. ഇവിടെ ഏറ്റവും വലിയൊരു ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ RBI ബാങ്കിങ് റിലേറ്റഡ് ആയിട്ടുള്ള റെഗുലേറ്റർ ആണ്. SEBI ഇപ്പൊ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള റെഗുലേറ്റർ ആണ്. IRDA ഇൻഷുറൻസ് റിലേറ്റഡ് ആയിട്ടുള്ള റെഗുലേറ്റർ ആണ്. PFRDA പെൻഷൻ റിലേറ്റഡ് ആയിട്ടുള്ള റെഗുലേറ്റർ ആണ്. പക്ഷെ ഇവിടെ ഗിഫ്റ്റ് സിറ്റിയിലേക്ക് വരുന്ന സമയത്ത് ഇത് 4 കൂടി ഒരുമിച്ച് ഉള്ള ഒരു റെഗുലേറ്ററി ബോർഡാണ് IFSCA. അതായത് അവിടെ സെപ്പറേറ്റ് ബാങ്കിനൊന്ന്, ഇപ്പൊ ഇൻഷുറൻസിനൊന്ന്, അങ്ങനെയൊന്നുമില്ല. എല്ലാവരും കൂടി യൂണിഫൈഡ് ആയിട്ടുള്ള ഒരു റെഗുലേറ്ററി ബോർഡാണ് IFSCA വരുന്നത്. ഇപ്പൊ ആക്ട് ഓഫ് പാർലമെന്റ് ഇൻ 2020 ഈ ഒരു ആക്ട് പ്രകാരമാണ് ഈ ഒരു റെഗുലേറ്ററി ബോർഡ് വന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഇതിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ വളരെ സ്മൂത്ത് ആയിട്ട് ഓരോ കാര്യങ്ങളും, പിന്നെ കാരണം ഇതൊരു ഗ്ലോബൽ സ്റ്റാൻഡേർഡിലാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ ഇൻവെസ്റ്റ്മെന്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു റെഗുലേഷൻ ആണ് ഈ ഇപ്പൊ IFSCA കൊണ്ടുവന്നിരിക്കുന്നത്. അത് ഇതിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. ഇനി എന്തുകൊണ്ട് ഒരു ഗൾഫ് NRIയെ സംബന്ധിച്ച് ഞാൻ എന്തുകൊണ്ടാണ് ഗൾഫ് NRI എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ സംബന്ധിച്ച് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗിഫ്റ്റ് സിറ്റിയിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്, ഇപ്പൊ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിൽ 0 ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ഓൺ സ്പെസിഫൈഡ് ഫണ്ട്സ്. അതായത് ഇപ്പൊ നിലവിൽ ലോഞ്ച് ചെയ്തിരിക്കുന്ന ഓൾമോസ്റ്റ് ഒട്ടുമിക്ക ഫണ്ടുകൾക്കും ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് കൊടുക്കണം. ആ കാറ്റഗറിയിലുള്ള ഫണ്ടുകൾക്ക് ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ഇന്ത്യയിൽ നിങ്ങൾ കൊടുക്കേണ്ട. അതാണ് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു എമൗണ്ട് നമ്മൾ ഏത് രാജ്യത്തേക്ക് കൊണ്ടുപോകുന്നോ ആ രാജ്യത്ത് എന്തെങ്കിലും ടാക്സ് ഉണ്ടെങ്കിൽ കൊടുത്താൽ മതി. അപ്പൊ ഗൾഫ് NRIയെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർക്ക് ഗൾഫ് രാജ്യങ്ങളിൽ അവർക്ക് ടാക്സ് ഇല്ല.
അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ അവർക്ക് ടാക്സ് കൊടുക്കണ്ട, ഈ എമൗണ്ട് തിരിച്ച് അവിടെ ഗൾഫിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവിടെ ടാക്സ് കൊടുക്കണ്ട. ഇതിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്, ഇപ്പൊ നമുക്കറിയാം സാധാരണ രീതിയിൽ ഇപ്പൊ മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ TDS പിടിക്കും. പക്ഷെ ഇവിടെ TDS, കാരണം ഇവിടെ TDS, നിങ്ങളിപ്പോ ഇന്ത്യയിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ പോലും ഇന്ത്യയായിട്ട് ഒരു ബന്ധമില്ലാത്ത രീതിയിലാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ട്രീറ്റ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ TDS ഇവിടെ ഇവിടെ ഇതില്ല. പിന്നെ കറൻസി ഫ്ലെക്സിബിലിറ്റി, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു 15 കറൻസിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഓപ്ഷൻ അവൈലബിൾ ആണ്. പക്ഷെ നിലവിലെ USD മാത്രമാണ് നമുക്ക് അലൗഡ് ചെയ്തിരിക്കുന്നത്. ഇനി പിന്നെ 100% ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മൾ അവിടുത്തെ അക്കൗണ്ടിൽ നിന്നാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇപ്പൊ ഇവിടെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് ഇന്ത്യൻ അക്കൗണ്ട് നോട്ട് റിക്വേർഡ് ആണ്. സോറി, ഇന്ത്യൻ അക്കൗണ്ട് റിക്വേർഡ് അല്ല, നോട്ട് റിക്വേർഡ്. അതായത് ഇന്ത്യൻ അക്കൗണ്ടിന്റെ ആവശ്യമില്ല. ഇപ്പൊ നിങ്ങൾക്ക് ദുബായിൽ ഒരു അക്കൗണ്ട് ഉണ്ട്, ആ ദുബായ് അക്കൗണ്ടിൽ നിന്ന് തന്നെ ഇൻവെസ്റ്റ് ചെയ്യാം, ദുബായ് അക്കൗണ്ടിലേക്ക് തന്നെ തിരിച്ചു കിട്ടും. അത് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. പാൻ കാർഡ് മാൻഡറ്ററി അല്ല. ഇനി പാൻ കാർഡ് ഇല്ല, ആ ഒരു വ്യക്തിക്കും ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ സാധിക്കും. പിന്നെ നമ്മളെ സംബന്ധിച്ച് ഇവിടെ 2 ഓപ്ഷൻസ് ആണ് നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഇൻവെസ്റ്റ് ഇൻ ഇന്ത്യൻ മാർക്കറ്റ്, പിന്നെ ഗ്ലോബൽ മാർക്കറ്റ്. അതായത് ഇൻബൗണ്ട് ഉണ്ട്, ഔട്ട് ബൗണ്ട് ഉണ്ട്. അപ്പൊ ഇൻബൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇന്ത്യയിലത്തെ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാവുന്ന ഫണ്ടുകളെയാണ് ഇൻബൗണ്ട് എന്ന് പറയുന്നത്. ഗ്ലോബൽ മാർക്കറ്റ്, ഇപ്പൊ ഇന്ത്യ വഴി പുറത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്ന ഓപ്ഷനാണ് ഔട്ട് ബൗണ്ട് പറയുന്നത്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഇതാണ് ഒരു NRIസിനെ സംബന്ധിച്ച് അവരെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. അപ്പൊ ഇവിടെ ഇതിൽ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇവരെ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ആണ്. ഇപ്പൊ ഒരു 12.5% ടാക്സ് ലാഭിക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാധാരണ രീതിയിൽ ഇപ്പൊ സപ്പോസ് താങ്കൾക്ക് ഇപ്പോൾ 1 കോടി രൂപ ലാഭം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഏകദേശം 12.5 ലക്ഷം രൂപ ടാക്സ് കൊടുക്കണം. ആ ടാക്സ് നമുക്ക് ഈ ഒരു ഗിഫ്റ്റ് സിറ്റി ത്രൂ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റും എന്നതാണ്. പിന്നെ അതോടൊപ്പം തന്നെ ഇപ്പൊ നമുക്ക് കാണാവുന്ന ഒരു ട്രെൻഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പല ആൾക്കാർക്ക് ഇപ്പൊ ഗോൾഡൻ വിസയും അങ്ങനെയുള്ള കുറെ സംഭവങ്ങളൊക്കെ വന്നതുകൊണ്ട് അവർക്ക് ഇന്ത്യയിൽ ഇപ്പൊ പണ്ട് ഗൾഫ് NRI എന്ന് പറഞ്ഞാൽ ഇന്നല്ലെങ്കിൽ നാളെ തിരിച്ച് നാട്ടിലേക്ക് വരുമെന്ന് പറയാം. പക്ഷെ ഒരു ഹൈ നെറ്റ്വർത്ത് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കുറെ സുഹൃത്തുക്കൾ എനിക്കുണ്ട്. അപ്പൊ അവരായിട്ടൊക്കെ ഞാൻ സംസാരിക്കുന്ന സമയത്ത് അവർക്ക് എല്ലാവർക്കും ഒന്നില്ലെങ്കിൽ ആ ഒരു 60 വയസ്സ് കഴിയുമ്പോൾ അവര് ഒരു കമ്പനി തുടങ്ങി, അല്ലെന്നുണ്ടെങ്കിൽ അവർ ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി വാങ്ങിയ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് അവിടെ തന്നെ അവർ കണ്ടിന്യൂ ചെയ്യാൻ, കാരണം അവരെ മക്കൾക്ക് നാട്ടിലേക്ക് വരാൻ താല്പര്യമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യാനാണ് അവർ കൂടുതൽ താല്പര്യപ്പെടുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇവരെ സംബന്ധിച്ച് ഇന്ത്യൻ അക്കൗണ്ടിലേക്ക് എമൗണ്ട് വരാതെ അവർക്ക് അവിടുത്തെ വിദേശത്തുള്ള അക്കൗണ്ടിലേക്ക് തന്നെ ഈ തുക കിട്ടുമെങ്കിൽ അവരെ സംബന്ധിച്ച് അത് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. അപ്പൊ ഈ തരത്തിലുള്ള കുറെ ഫെസിലിറ്റീസ് നമുക്ക് ഈ പറഞ്ഞ ഈ ഒരു ഗിഫ്റ്റ് സിറ്റി വഴി ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കുണ്ട്. ഇപ്പൊ നിലവിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് ഫണ്ട് ഓപ്ഷൻസ് ആണ്. ഒന്ന് മീർ അസറ്റ് ഇന്ത്യ ഇക്വിറ്റി അലോക്കേഷൻ ഫണ്ട്. ഈ ഫണ്ടാണ് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതായത് ജൂലൈ 31-നാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഡോളറിലായിരിക്കും NAV ഉള്ളത്. ഇപ്പൊ നമുക്ക് 10 രൂപ NAV ഇന്ത്യൻ റുപ്പീസിൽ ആണ് സാധാരണ മ്യൂച്വൽ ഫണ്ടുകൾ NAV വരുന്നതെങ്കിൽ, ഈ നമ്മളെ ഗിഫ്റ്റ് സിറ്റി ഫണ്ടുകൾ വരുന്ന സമയത്ത് ഡോളർ ടേംസിലായിരിക്കും, അത് $10 ആ ഒരു ടേംസിലായിരിക്കും NAV ഡിക്ലെയർ ചെയ്യുന്നത്. ഇത് ഇന്ത്യൻ ഇക്വിറ്റി അലോക്കേഷൻ ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീർ അസറ്റ്, ഈ ഫണ്ട് എന്താ ചെയ്യുന്നത്, ഇവർ കളക്ട് ചെയ്യുന്ന എമൗണ്ട് മീർ അസറ്റിന്റെ തന്നെ ലാർജ് ക്യാപ്പ്, മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ്, പിന്നെ കുറച്ച് എമൗണ്ട് സെക്ടർ ഫണ്ടുകൾ, ഈ ഫണ്ടുകളിലേക്ക് ഡൈവേഴ്സിഫൈ ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യും. അതാണ് ഈ മീർ അസറ്റ് ഇക്വിറ്റി അലോക്കേഷൻ ഫണ്ടിലൂടെ ചെയ്യുന്നത്. രണ്ടാമത്തത് ഇപ്പൊ നിപ്പോൺ ഇന്ത്യ ലാർജ് ക്യാപ്പ്, ഇത് ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. മിക്കവാറും ഈ ആഴ്ച അല്ലെങ്കിൽ അടുത്ത ആഴ്ചയോടുകൂടി ഔട്ടാവും. ഈ ഒരു ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നിപ്പോൺ ഇന്ത്യയുടെ ലാർജ് ക്യാപ്പ് ഏകദേശം ഒരു 35,000 കോടിയോളം അസറ്റ് മാനേജ് ചെയ്യുന്ന ഒരു ഫണ്ടാണ് നിപ്പോൺ ഇന്ത്യ ലാർജ് ക്യാപ്പ്. ഇതിലൂടെ കളക്ട് ചെയ്യുന്ന എമൗണ്ട് ആ ലാർജ് ക്യാപ്പ്, അതായത് നിപ്പോൺ ഇന്ത്യയുടെ ലാർജ് ക്യാപ്പിന്റെ ഡയറക്റ്റ് ഫണ്ടിലേക്കായിരിക്കും അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. പിന്നെ ABSL, ആദിത്യ ബിർള സൺ ലൈഫിന്റെ ഫ്ലെക്സി ക്യാപ്പ്, ആ ഒരു ഫ്ലെക്സി ക്യാപ്പിലേക്കായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുന്നത്. പിന്നെ അതോടൊപ്പം തന്നെ ഈ ABSLന് ഗ്ലോബൽ ബ്ലൂ ചിപ്പ് ഉണ്ട്. ഇതൊരു ഇന്റർനാഷണൽ, അതായത് ഇപ്പൊ ലോകമെമ്പാടുമുള്ള ഏറ്റവും മികച്ച ബ്ലൂ ചിപ്പ് കമ്പനികളിലായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇപ്പൊ ഇങ്ങനത്തെ കുറച്ച് ഫണ്ട്സ് ആണ് ഇപ്പൊ നമുക്ക് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത്.
ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് ഇപ്പൊ ഈ ഫണ്ടുകളെല്ലാം ഇപ്പൊ നിലവിൽ AIF കാറ്റഗറിയാണ്. AIF, അൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട്. ഇപ്പൊ നമുക്കറിയാം അൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടിൽ ഇപ്പൊ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏകദേശം 1 കോടി രൂപയാണ് മിനിമം ഇൻവെസ്റ്റ്മെന്റ് വരുന്നത്. ഇതിപ്പോ നമ്മളെ സംബന്ധിച്ച് ഡോളർ ഇൻവെസ്റ്റ്മെന്റിലേക്ക് വരുന്ന സമയത്ത് $150,000, അതായത് ഇന്ത്യൻ റുപ്പീസിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു 1.3 CR ആണ് ഇതിന്റെ മിനിമം ഇൻവെസ്റ്റ്മെന്റ് വരുന്നത്. ഇതിൽ ആർക്കെല്ലാം ഇൻവെസ്റ്റ് ചെയ്യാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ഇവിടെ ഞാൻ പറഞ്ഞ ഈ ഒരു ഫണ്ടിൽ വേണമെങ്കിൽ റെസിഡന്റ് ഇൻഡിവിജ്വൽസിന് ഇൻവെസ്റ്റ് ചെയ്യാം. ബാക്കി ഫണ്ടുകളിലൊന്നും റെസിഡന്റ് ഇൻഡിവിജ്വൽസിന് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഈ ഒരു ഫണ്ടിൽ മാത്രം, അതായത് ഗ്ലോബൽ ബ്ലൂ ചിപ്പ് ഫണ്ടിൽ വേണമെങ്കിൽ റെസിഡന്റ് ഇൻഡിവിജ്വലിന് ഇത് ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ ഒരു കോമൺ ആയിട്ട് ഹൂ ക്യാൻ ഇൻവെസ്റ്റ് എന്ന് വെച്ചാൽ NRIs, പിന്നെ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ്. അതായത് ഇപ്പോൾ ഒരു വ്യക്തി, ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു എമിറാത്തിക്ക് ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണം, അവർക്ക് ഈ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. അവർക്ക് ഇന്ത്യൻ പാസ്പോർട്ട് അല്ലെങ്കിൽ ഇന്ത്യയുടെ പാൻ കാർഡ് ഈ പറഞ്ഞ സംഭവങ്ങളൊന്നും വേണമെന്നില്ല. പിന്നെ ഫോറിൻ കമ്പനീസ്, ഇന്ത്യൻ കമ്പനി, ഇപ്പോൾ ദുബായിൽ വർക്ക് ചെയ്യുന്ന ഇന്ത്യൻ ഓണറിന്റെ കമ്പനിക്ക് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അവർക്ക് പക്ഷേ അദ്ദേഹത്തിന്റെ പേരിൽ ഇൻഡിവിജ്വലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. പക്ഷെ ഫോറിൻ ആയിട്ടുള്ള ഒരു കമ്പനി, ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു ജാപ്പനീസ് കമ്പനി, ആ ജാപ്പനീസ് കമ്പനിക്ക് വേണമെങ്കിൽ ഈ പറഞ്ഞ ഇൻവെസ്റ്റ്മെന്റിലൂടെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പൊ ഹു കാനോട്ട് ഇൻവെസ്റ്റ്, ഇപ്പൊ ഒന്ന് ഇന്ത്യൻ റെസിഡന്റിന് ഞാൻ നേരത്തെ പറഞ്ഞു ആ ഒരു ഫണ്ടിൽ വേണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അല്ലാതെ മെജോറിറ്റി ഫണ്ടുകളിൽ ഇന്ത്യൻ റെസിഡന്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തിരിക്കുന്ന കൺട്രീസ് ഉണ്ട്. ആ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തിരിക്കുന്ന കൺട്രീസിലുള്ളവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് ഏതൊക്കെയാണെന്ന് ഞാൻ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. പിന്നെ NRI ഫ്രം US ആൻഡ് കാനഡ, ഇപ്പൊ നിലവിൽ നമുക്ക് ഒരു മിക്ക ഫണ്ടുകളിലും ഇൻവെസ്റ്റ് ചെയ്യാൻ ഓപ്ഷൻസ് ഇപ്പൊ നിലവിൽ നമുക്ക് അവൈലബിൾ അല്ല. ഇനി നമുക്ക് വേണ്ട ഡോക്യുമെന്റ്സ്, ഞാൻ പറഞ്ഞു ഡോക്യുമെന്റ്സ് എല്ലാം വളരെ സിമ്പിൾ ആണ്, വളരെ കാര്യങ്ങൾ വളരെ ഇതാണ്. ഇപ്പൊ പ്രൂഫ് ഓഫ് ഐഡന്റിറ്റിക്ക് വേണ്ടി നമുക്ക് പാസ്പോർട്ടോ അല്ലെങ്കിൽ നാഷണൽ ID കാർഡോ ടാക്സ് ID കാർഡോ ഡ്രൈവിംഗ് ലൈസൻസോ ഇതിലേതെങ്കിലും ഒരു ഡോക്യുമെന്റ് എടുക്കാം. പ്രൂഫ് ഓഫ് അഡ്രസ്സ്, ഇപ്പൊ പുറത്തത്തെ അവിടുത്തെ ഒരു അഡ്രസ് പ്രൂഫായിട്ട് പാസ്പോർട്ട്, നമുക്കറിയാം പാസ്പോർട്ടിൽ സാധാരണ രീതിയിൽ ഇന്ത്യൻ അഡ്രസ്സ് ആയിരിക്കും. അവിടുത്തെ അഡ്രസ്സിന് വേണ്ടി ഇപ്പൊ നമുക്ക് യൂട്ടിലിറ്റി ബില്ല്, ഇപ്പൊ നിങ്ങൾ അവിടുത്തെ ദേവ ബില്ല അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ബില്ല അങ്ങനെ എന്തെങ്കിലും ബില്ല് നമ്മളെ പേരിലുണ്ടെങ്കിൽ അത് നമുക്ക് പ്രൂഫായിട്ട് എടുക്കാം. പിന്നെ അതോടൊപ്പം തന്നെ ബാങ്ക് പ്രൂഫായിട്ട് ക്യാൻസൽഡ് ചെക്ക്, ബാങ്ക് കൺഫർമേഷൻ ലെറ്റർ അല്ലെങ്കിൽ ബാങ്ക് സ്റ്റേറ്റ്മെന്റ്, അതായത് അവിടുത്തെ ഇപ്പൊ ADCB ബാങ്ക് ആണെങ്കിൽ ADCB ബാങ്കിന്റെ ക്യാൻസൽഡ് ചെക്ക്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ബാങ്ക് പ്രൂഫായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. പിന്നെ നിലവിൽ പാൻ കാർഡ് ഇല്ലാത്തവർക്ക് പാൻ കാർഡ് ഡിക്ലെയർ ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ അവിടെ ഡിക്ലറേഷൻ കൊടുക്കണം പാൻ കാർഡ് ഇല്ലെന്ന് ഉള്ള രീതിയിൽ. അതേസമയം പാൻ കാർഡ് ഉള്ളവർ മാൻഡറ്ററി ആയിട്ട് പാൻ കാർഡ് സബ്മിറ്റ് ചെയ്യണം. ഇനി പാൻ കാർഡ് ഇല്ലെങ്കിൽ ഇവിടെ ഇൻ കേസ് വേറെ NRI investor does not possess an PAN card, a declaration must be provided accordingly. അതായത് പാൻ കാർഡ് ഇല്ലാത്തൊരു ഇൻവെസ്റ്ററിനും ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ അതിനൊരു സെപ്പറേറ്റ് ഡിക്ലറേഷൻ ഉണ്ട്. ആ ഡിക്ലറേഷൻ വഴി വേണം ഇൻവെസ്റ്റ് ചെയ്യാൻ. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ ഡോക്യുമെന്റ്സ് എല്ലാം ഇവിടെ നമുക്ക് അറ്റസ്റ്റ് ചെയ്യാനുള്ള ആർക്കൊക്കെ അറ്റസ്റ്റ് ചെയ്യാൻ പറ്റും എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിൽ എനിക്ക് തോന്നിയത് ഏറ്റവും എളുപ്പ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മളെ അവിടത്തെ, അതായത് ഇപ്പൊ ഗൾഫിലുള്ള നിങ്ങളുടെ ബാങ്കിലത്തെ RMന്, ഓതറൈസ്ഡ് ഒഫീഷ്യൽ ഓഫ് എ ബാങ്ക് ലൊക്കേറ്റഡ് ഇൻ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ്, അതായത് FAT കംപ്ലൈന്റ് ഉള്ള രാജ്യങ്ങളിലുള്ള ബാങ്ക് ലൊക്കേറ്റ് ചെയ്യുന്ന അവിടുത്തെ RMന്, ഓതറൈസ്ഡ് ഒഫീഷ്യലിന് നിങ്ങളുടെ ഈ പറഞ്ഞ ഡോക്യുമെന്റ്സ് അറ്റസ്റ്റ് ചെയ്ത് തരാനുള്ള അനുവാദമുണ്ട്. അല്ലെങ്കിൽ നോട്ടറി പബ്ലിക് ഔട്ട്സൈഡ് ഇന്ത്യ കോർട്ട് മജിസ്ട്രേറ്റ് ജഡ്ജ്. എനിക്ക് തോന്നുന്നു ഏറ്റവും ഈസി ആയിട്ട് നിങ്ങൾക്ക് അറ്റസ്റ്റേഷൻ മേടിക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു ഓപ്ഷനിലൂടെ ആയിരിക്കും. ഇത്രയും ഡോക്യുമെന്റ്സ് ആണ് നമുക്ക് ആവശ്യമുള്ളത്. പിന്നെ എന്തുകൊണ്ട് ഡയസ് ഇൻവെസ്റ്റ്, ഇപ്പം നമ്മൾ പറഞ്ഞു നമ്മളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം 2007 മുതൽ ഈ ഒരു ഇൻഡസ്ട്രിയിലുള്ള വ്യക്തികളാണ്. ഇപ്പം നിലവിൽ 50-ലധികം, ഞങ്ങളുടെ മെജോറിറ്റി, ഞങ്ങളിപ്പോൾ ഒരു 3000+ കസ്റ്റമേഴ്സ് ഉണ്ട്. അതിൽ 80 to 90% NRIs ആണ്. അതിൽ തന്നെ ഒരു 90% ഗൾഫ് NRI ആണ്. അപ്പം ഞങ്ങൾ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് ഗൾഫ് NRIസിന്റെ ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാനും കാരണം ഇത് ഞാൻ പറഞ്ഞു
ബാക്കിയുള്ള രാജ്യങ്ങളിലുള്ളവർക്ക് ഇത് അത്രയ്ക്കും വലിയൊരു അട്രാക്റ്റീവായിട്ട് വരില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന എമൗണ്ടിന് ആ രാജ്യത്ത് എന്തെങ്കിലും ടാക്സ് ഉണ്ടെങ്കിൽ അത് കൊടുക്കാനുള്ള ബാധ്യത ഉണ്ട്. പക്ഷെ ഗൾഫ് NRISനെ സംബന്ധിച്ച് അവർക്ക് ഈ ടാക്സേഷൻ ബെനിഫിറ്റ് ലഭിക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനത്തെ ഒരു പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ തന്നെ കാരണം. ഇപ്പം നിലവിൽ 3000-ഓളം കസ്റ്റമേഴ്സിൻ്റെ ഒരു 400 കോടിയോളം അസറ്റ്സ് നിലവിൽ നമ്മൾ മാനേജ് ചെയ്യുന്നുണ്ട്. ഇന്ന് കേരളത്തിലെ ഏറ്റവും കൂടുതൽ SIPs ഹാൻഡിൽ ചെയ്യുന്നത് നമ്മളാണ്. ഇന്ന് കേരളത്തിൽ ഫിനാൻഷ്യൽ സെക്ടറിൽ ഏറ്റവും കൂടുതൽ 5 സ്റ്റാർ റേറ്റിംഗ് ഉള്ളത് നമ്മളാണ്. 1500-ലധികം 5 സ്റ്റാർ ഗൂഗിൾ റിവ്യൂസ് നമ്മളെ സംബന്ധിച്ചിട്ട് അത് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് അഭിമാനത്തോടെ പറയാവുന്ന ഒരു കാര്യമാണ്. പിന്നെ അതോടൊപ്പം തന്നെ ഞങ്ങൾ കോർ പർപ്പസ് എന്ന് പറഞ്ഞാൽ എംപവർ പീപ്പിൾ ടു ലിവ് വിത്ത് പ്രൈഡ്, അഭിമാനത്തോടെ ജീവിക്കാൻ വേണ്ടി ഓരോ വ്യക്തികളും പ്രാപ്തരാക്കുക എന്നതാണ് ഞങ്ങളുടെ കോർ പർപ്പസ്. ഞങ്ങളൊരു മിഷൻ വരുന്നത് ഇപ്പം നമ്മൾ വെച്ചിരിക്കുന്ന മിഷൻ 2035, 1 കോടി നിക്ഷേപമുള്ള 10,000 പേരെ ക്രിയേറ്റ് ചെയ്യുക എന്നതാണ്. അതിൽ തന്നെ 100 കോടി നിക്ഷേപമുള്ള 100 ഇൻവെസ്റ്റേഴ്സ്, 10 കോടി നിക്ഷേപമുള്ള 10,000 ഇൻവെസ്റ്റേഴ്സ്, 1 കോടിയിലധികം നിക്ഷേപമുള്ള 10,000 ഇൻവെസ്റ്റേഴ്സ്. അതാണ് ഞങ്ങൾ 2035 ഞങ്ങളൊരു മിഷനായിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി അടുത്തായിട്ട് നമ്മൾ ഇതിൻ്റെ ഒരു ഞങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് തരാവുന്ന ഒരു ഗ്യാരണ്ടി ഇതാണ്: ഞങ്ങളുടെ സ്വന്തം പണം നിക്ഷേപിക്കാൻ സാധിക്കുമെന്ന് ഉറപ്പുള്ള നിക്ഷേപം മാത്രമേ ഞങ്ങൾ നിങ്ങൾക്ക് തരുള്ളൂ. ഇന്ന് ഞാൻ ഗിഫ്റ്റ് സിറ്റി ഫണ്ടായിട്ട് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ, കാരണം ഇപ്പം എന്നെ സംബന്ധിച്ച് ഈ ഫണ്ടിൽ എനിക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ എനിക്ക് പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ റെസിഡൻറ്റ് ഇൻഡിവിജ്വലാണ്. ഒരു മിക്ക ഫണ്ടുകളിലും ഇപ്പം റെസിഡൻറ്റ് ഇൻഡിവിജ്വലിന് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഇതില്ല. പക്ഷെ നിങ്ങളുടെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ, എൻ്റെ പക്കൽ ഈ പറഞ്ഞ എമൗണ്ട് ഉണ്ടെങ്കിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യും എന്ന് എനിക്ക് ഇൻവെസ്റ്റ് ചെയ്യും. കാരണം ഇതിൽ വേറെ മ്യൂച്വൽ ഫണ്ടിൽ തന്നെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇതിൽ വേറെ ഇതിലൊന്നല്ല. അതിലൂടെ സോഴ്സ് ചെയ്യുന്ന എമൗണ്ട് ഇപ്പം ഈ പറഞ്ഞ അതത് കമ്പനികളുടെ മ്യൂച്വൽ ഫണ്ടിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ സ്വന്തം പണം ഞങ്ങൾക്ക് നിക്ഷേപിക്കാമെന്ന് ഉറപ്പുള്ള നിക്ഷേപം മാത്രമേ ഞങ്ങൾ സജസ്റ്റ് ചെയ്യുള്ളൂ എന്നതാണ് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് പറയാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കറിയില്ല ഇപ്പം ഈ ഒരു വെബിനാറിൽ പങ്കെടുക്കുന്ന എത്ര പേർക്ക് ഈ പറഞ്ഞ $150,000 ഇപ്പം അഫോർഡബിൾ ആണെന്ന്. പക്ഷേ എൻ്റെ ഇപ്പോഴത്തെ ഒരു എക്സ്പെക്റ്റേഷൻ അനുസരിച്ച് ഞാൻ പല ഒഫീഷ്യലായിട്ട് സംസാരിച്ച സമയത്ത് ഇതിപ്പോൾ AF കാറ്റഗറിയാണ്. ഇനി മ്യൂച്വൽ ഫണ്ട് കാറ്റഗറിയിലുള്ള പല ഫണ്ടുകളും ഇൻ ഫ്യൂച്ചറിൽ ലോഞ്ച് ചെയ്യാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അത് ഏകദേശം ഒരു $1,000 to $10,000 തുകയിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി അവൈലബിൾ ആയിരിക്കുമെന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത്. ഇനി അടുത്തതായിട്ട് നമ്മൾ ഒരു Q&A സെഷൻ, അതായത് നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെടുത്തി കുറേ സംശയങ്ങൾ ഉണ്ടാവുമായിരിക്കും. അപ്പോൾ ആ സംശയങ്ങൾ ക്ലിയർ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സെഷനാണ് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു. ഇനി നിങ്ങളുടെ സംശയം ചോദിക്കാം. എനിക്കറിയാവുന്നതാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു പുതിയൊരു പ്രൊഡക്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഇതിൻ്റെ പുറകിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു മിക്ക കാര്യങ്ങൾക്ക് ആൻസർ തരാൻ പറ്റുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, നമുക്ക് അത് ക്ലിയർ ചെയ്ത് പോകാം. ക്രിംസൺ, ഒരു ഡൗട്ട്, ഇത് വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ് ആണോ? അത് നമ്മൾ ഇപ്പം നിലവിൽ നമുക്ക് വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ് തന്നെയാണ് സാർ അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ചില ഫണ്ടുകളിൽ നമുക്കത് പാർട്ടായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ ഇതിന്റെ ഫോർ എക്സാമ്പിൾ നമ്മൾ SIP വിചാരിക്കുന്ന പോലെ ഒരു ഡ്യൂറേഷൻ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് എങ്ങനെയായിരിക്കും സാർ? ഇതിൽ ഒരു മിക്ക ഫണ്ടുകൾ, ഓപ്പൺ എൻഡഡ് ഫണ്ടിന് പ്രത്യേകിച്ച് ലോക്കിൻ പീരീഡ് ഒന്നും ഇല്ല. നമുക്ക് എപ്പോൾ വേണമെങ്കിലും എൻട്രി എക്സിറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഞാൻ പറയുന്നത് ഒരു 2030 എങ്കിലും മുന്നിൽ കണ്ടിട്ട്, അടുത്തൊരു 4-5 വർഷം മുന്നിൽ കണ്ടിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. എക്സ്പെക്ടഡ് റിട്ടേൺ എന്തായിരിക്കും സാർ? ഇപ്പം സാധാരണ രീതിയിൽ നമുക്ക് മ്യൂച്വൽ ഫണ്ടിൽ എന്ത് റിട്ടേൺസ് കിട്ടുമോ ആ ഒരു റിട്ടേൺസ് ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചുതരാം. ഇതിപ്പോൾ നിപ്പോൺ ഇന്ത്യ ലാർജ് ക്യാപ് ഫണ്ടിന്റെ ഒരു റിട്ടേൺ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതായത് ഇപ്പോൾ 1 year കൊടുത്ത റിട്ടേൺ, 3 year കൊടുത്ത റിട്ടേൺ, 5 year കൊടുത്ത, ഇത് INR ആണ്. ഈ കാണിച്ചിരിക്കുന്ന INR ആണ്, ഇത് USD-യിലാണ്.
അപ്പൊ നോർമൽ സിറ്റുവേഷനിൽ ഇത് USD വരുന്ന സമയത്ത് INR-നേക്കാൾ, കാരണം ആ ഒരു കറൻസി ഇവിടെയും ഇപ്പൊ ഇന്ത്യൻ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരെ സംബന്ധിച്ച് USD INR-ലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാലേ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ആ ഒരു ചെറിയൊരു വ്യത്യാസം USD ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഉണ്ടാവും. INR-ൽ കൂടുതലായിരിക്കും, പക്ഷെ USD-ലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് ആ ഒരു റിട്ടേൺ, കാരണം ആ ഒരു ഡിപ്രിസിയേഷൻ ഉണ്ടല്ലോ, നമ്മളെ സംബന്ധിച്ച് ഇവിടെ ഒരു അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ USD-ലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോഴും ഇവർ കൺവേർട്ട് ചെയ്യുമ്പോൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ നോർമൽ സിറ്റുവേഷനിൽ അതിൽ മാർജിൻ വളരെ കൂടുതലായിരിക്കും. പക്ഷെ ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടിക്കണക്കിന് രൂപയാണ് ഇവർ കൺവേർട്ട് ചെയ്യുന്നത്. ഇപ്പൊ എനിക്കറിയാം, എൻ്റെ ഒരു അറിവിൽ അവർക്ക് ഏകദേശം വളരെ മൈന്യൂട്ടായിട്ടുള്ള ഒരു കൺവേർഷൻ റേറ്റ് മാത്രമേ, ഏകദേശം ഒരു 0.1 താഴെയുള്ള കൺവേർഷൻ റേറ്റ് മാത്രമേ ഇവർക്ക് വരുള്ളൂ. അപ്പൊ അത് നമ്മളെ സംബന്ധിച്ച് ഒരു അഡ്വാൻറ്റേജ് ആണ്. ഏകദേശം ഒരു 0.8 ആ ഒരു ബെനിഫിറ്റും കൂടി നമുക്ക് ഈ ഒരു കൺവേർഷൻ ചെയ്യുന്നതിലുള്ള, നമ്മൾ കൺവേർട്ട് ചെയ്യുന്നതിനേക്കാൾ ബെറ്റർ റേറ്റിൽ ഇവർക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടുത്തെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ടാക്സേഷൻ ബെനിഫിറ്റ് ആണ്. ടാക്സേഷൻ ബെനിഫിറ്റ് ആണ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും അഡ്വാൻറ്റേജ്. ഇപ്പൊ നമ്മൾ ഈ പൈസ നമ്മൾ ഇന്ത്യ എടുക്കുവാണെങ്കിലോ, ഏത് നോർമൽ സിറ്റുവേഷനിൽ സാർ ഇപ്പൊ നിലവിൽ എനിക്ക് NRI അക്കൗണ്ട് ത്രൂ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഒന്ന് കൺഫേം ചെയ്യണം. ഇല്ല പറ്റില്ല. ഇപ്പോഴത്തെ നിലവിലത്തെ സാഹചര്യത്തിൽ നമുക്ക് ഫോറിൻ അക്കൗണ്ട് ത്രൂ മാത്രമേ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നാളെ നമ്മൾ അവിടെ നിന്ന് നാട്ടിൽ വന്ന് സെറ്റിൽ ചെയ്യേണ്ട ഒരു സാഹചര്യം, റെസിഡന്റ് ഇൻഡിവിജ്വൽ ആയിട്ട് മാറേണ്ട ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇത് ക്ലോസ് ചെയ്യേണ്ടി വരും. അപ്പൊ നമുക്ക് ആ സമയത്ത് നമ്മൾ തിരിച്ചെടുക്കേണ്ടി വരും പൈസ, അല്ലെ? എമൗണ്ട് തിരിച്ചെടുക്കേണ്ടി വരും. അതൊരു റിസ്ക് ഫാക്ടർ അല്ല അത്. പക്ഷെ അത് റെസിഡന്റ് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ആൾക്കാർക്ക് ഈ ഫണ്ട് അലൗഡ് അല്ല. അപ്പൊ നമ്മുടെ സ്റ്റാറ്റസ് നമ്മൾ ചേഞ്ച് ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇത് വിഡ്രോ ചെയ്യേണ്ടി വരും, എമൗണ്ട് വിഡ്രോ ചെയ്യേണ്ടി വരും. അത് NRI അക്കൗണ്ടിലേക്ക് തിരിച്ചു കിട്ടുമെന്ന് അത് ഞാനൊന്ന് കൺഫേം ചെയ്തിട്ട് സാറേ അതില് അവര് വർക്ക് ചെയ്യുന്നുണ്ട്. അതെങ്ങനെ NRI-യിലോട്ട് ഇപ്പൊ നമ്മളിപ്പോ മ്യൂച്വൽ ഫണ്ടിൽ ചെയ്യുന്നില്ല, ബാങ്ക് ചേഞ്ച്. അപ്പൊ ആ ഒരു പ്രോസസ് അവർ ചെയ്യുന്നുണ്ടെന്നാണ് ഇന്ന് ഞാൻ ബന്ധന്റെ ഒരാളുമായിട്ട് സംസാരിച്ചപ്പോ പറഞ്ഞത്. ഓക്കെ, അതായത് നമ്മളിപ്പോ തിരിച്ചു വന്ന സമയത്ത് നമുക്ക് NRI അക്കൗണ്ടിലേക്ക് തിരിച്ചു കിട്ടാനുള്ള ഓപ്ഷൻ മിക്കവാറും നമുക്ക് അവിടെ കിട്ടാൻ ചാൻസ് ഉണ്ട്. പക്ഷെ നോർമലി സ്റ്റാറ്റസ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, ഇപ്പൊ ഞാനിപ്പം 2 ഓപ്ഷൻ, ഓക്കെ, എനിക്കിപ്പോ ഈ ടാക്സിനുള്ള ഓപ്ഷൻ വിട്ടിട്ട് എനിക്ക് റിട്ടേൺസ് കിട്ടുന്നത് ഒരു നോർമൽ ഫണ്ടിലേക്ക് നമ്മൾ NRI ഡിപ്പോസിറ്റ് ചെയ്യുന്നതും ഈ എന്താ പറയുക പുതിയ വെച്ച് ചെയ്യുന്നതും ഗിഫ്റ്റ് വെച്ച് ചെയ്യുന്നതും സെയിം റിട്ടേൺ ആയിരിക്കും കിട്ടാൻ പോകുന്നത്. ഓൾമോസ്റ്റ് സെയിം തന്നെ ആയിരിക്കും. പക്ഷെ ടാക്സേഷൻ 12% എന്ന് പറഞ്ഞാൽ അത് ചെറിയ എമൗണ്ട് അല്ല. ഓക്കെ, അത് നമുക്ക് സേവ് ചെയ്യാൻ അത് കൂൾ ബെനിഫിറ്റ് കിട്ടുമോ? എക്സ്ട്രാ ബെനിഫിറ്റ് ആയിട്ട് വരും. കാരണം ഇപ്പൊ സപ്പോസ് സാറിന് ഇപ്പൊ 1 കോടി രൂപ ലാഭം കിട്ടി എന്ന് വിചാരിച്ചു. ഓക്കെ, ഇപ്പൊ 1 കോടി രൂപക്ക് സാറിന് 12.5%. ഇപ്പൊ നമുക്ക് പല ഇതിലും നമുക്ക് ഈ ടാക്സേഷനൊക്കെ നമുക്ക് റിക്കവർ ചെയ്യാൻ പല ഓപ്ഷൻസ് അവൈലബിൾ ആണെങ്കിലും അതിന്റെ ഫോർമാലിറ്റീസ് എല്ലാം വളരെ കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് മിക്കവരും അത് ചെയ്യാറില്ല. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഇവിടെ എന്ന് പറഞ്ഞാൽ 12.5% ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാർ 12.5%. അതായത് ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ സാർ ഇപ്പൊ 1 കോടി രൂപ മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് വിഡ്രോ ചെയ്യുന്നു, 1 കോടി രൂപ ഗിഫ്റ്റ് സിറ്റിയിൽ നിന്നും ലാഭത്തോടെ വിഡ്രോ ചെയ്യുന്നു എന്ന് വിചാരിച്ചു. അപ്പൊ ഈ ഇന്ത്യയിൽ സാർ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്ത മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് 12.5% ടാക്സ് ഡിഡക്ട് ചെയ്തിട്ടുള്ള ഒരു എമൗണ്ട് ആയിരിക്കും സാറിന്റെ NRI അക്കൗണ്ടിലേക്ക് വരുന്നത്. TDS പിടിച്ചിട്ടായിരിക്കും ഇന്ത്യൻ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് 12.5% ടാക്സ് പിടിച്ചിട്ടായിരിക്കും സാറിന്റെ അക്കൗണ്ടിലേക്ക് തരുന്നത്. അതേസമയം സാറിന്റെ ഈ ഗിഫ്റ്റ് സിറ്റി വഴി ഇൻവെസ്റ്റ് ചെയ്ത ഒരു എമൗണ്ട് ആണ്. ഈ 1 കോടി രൂപയുടെ പ്രോഫിറ്റും മൊത്തം സാറിന് TDS ഒന്നും പിടിക്കാതെ മൊത്തം എമൗണ്ട് സാറിന്റെ അവിടുത്തെ അക്കൗണ്ടിലേക്ക് കിട്ടും. നമുക്ക് സാർ ഇപ്പൊ പറഞ്ഞത് ഫണ്ട് നമുക്ക് മെച്യൂറായി വരുമ്പോൾ തിരിച്ച് ഇവിടുത്തെ അക്കൗണ്ടിലേക്ക് വരുമെന്ന് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇവിടുത്തെ അക്കൗണ്ടിലേക്ക് വരുമ്പോൾ അത് എത്രത്തോളം ഇവർ അക്സെപ്റ്റ് ചെയ്യും? ബിക്കോസ് ഇവിടെ നമ്മള് ഓരോരുത്തരുടെ അക്കൗണ്ടിലും പൈസ വരുന്നത് വളരെ ട്രാക്ക് ചെയ്യുന്നുണ്ട്. സാലറി അക്കൗണ്ടാണ്, സാലറി എന്ന് വരുന്നത് ട്രാക്ക് ചെയ്യുന്നുണ്ട്. അത് കൂടാതെ എക്സസ് എമൗണ്ട് ആൾക്കാർ അയക്കുന്നുണ്ടെങ്കിൽ അതുപോലും ട്രാക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് ലീഗലി എന്തെങ്കിലും പ്രോബ്ലം വരുമോ? അവിടെ നിന്ന് ഇതിൽ ലീഗലി നമുക്ക് അങ്ങനത്തെ ഒരു ഞാൻ പറഞ്ഞില്ലേ, ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇന്ത്യയിൽ ടാക്സ് കൊടുക്കേണ്ടെന്നാണ് ഇതിലുള്ള പറയുന്ന കണ്ടീഷൻ. നിങ്ങൾ ഏത് രാജ്യത്താണോ താമസിക്കുന്നത് ആ രാജ്യത്ത് ഇങ്ങനത്തെ ഫണ്ടുകൾക്ക് എന്തെങ്കിലും ടാക്സ് കൊടുക്കാൻ ലൈബിലിറ്റി ഉണ്ടെങ്കിൽ ആ രാജ്യത്ത് നമുക്ക് ടാക്സ് കൊടുക്കാനുള്ള ലൈബിലിറ്റി നമുക്കുണ്ട്.
അതുകൊണ്ടാണ് ഞാൻ മറ്റു രാജ്യങ്ങളായിട്ട് കമ്പയർ ചെയ്യുമ്പോഴേക്കും ഗൾഫിലുള്ള NRIസിനെ സംബന്ധിച്ച് ഇത് കൂടുതൽ അട്രാക്റ്റീവ് ആകാനുള്ള കാരണം. എന്റെ കൺസേൺ എന്ന് വെച്ചാല് ലീഗൽ സൈഡിൽ ഇത് ലീഗലി അലൗഡ് ആയിട്ടുള്ള കാര്യമാണ്, അല്ലാതെ ഇല്ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങളല്ല. കാരണം ഇവിടെ നമുക്ക് ഇന്ത്യയിൽ ടാക്സ് കൊടുക്കേണ്ടെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ നിങ്ങൾ ആ രാജ്യത്ത് വേറെ ടാക്സ് ഉണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ സപ്പോസ് ഇപ്പൊ നിങ്ങളിപ്പോ 20% ഈ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് കൊടുക്കേണ്ട ഒരു രാജ്യത്താണ് താമസിക്കണമെന്ന് വിചാരിച്ചു. അപ്പൊ നിങ്ങളിപ്പോ ഇതിൽ നിന്ന് വിഡ്രോ ചെയ്ത് ഇവിടെ 12.5% ഇവിടെ ടാക്സ് കൊടുക്കാൻ ലൈബിലിറ്റി ഉള്ളു. ഇതിൽ നിന്ന് വിഡ്രോ ചെയ്ത് അവിടുത്തെ അക്കൗണ്ടിൽ പോയി കഴിഞ്ഞാൽ അവിടെ 20% ടാക്സ് കൊടുക്കാൻ ലൈബിലിറ്റി ഉണ്ട്. അതായത് ഇത് ഈ ഇന്ത്യയുടെ ഉള്ളിൽ തന്നെയുള്ള എന്നാൽ ഇന്ത്യയായിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരു സംഭവമായിട്ടാണ് ഇതിൽ കണക്കാക്കുന്നത്. കാരണം അതിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പൊ സപ്പോസ് നമ്മളിപ്പോ ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മളിപ്പോ ദുബായ് വഴി അല്ലെങ്കിൽ പല വഴിയൊക്കെ നമ്മൾ പല കാര്യങ്ങളൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട്. നമ്മളിപ്പോ ഫോറിൻ നേഷനിൽ ഇരുന്നിട്ടാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോ ട്രംപ് വന്നു കഴിഞ്ഞിട്ട് ആ രാജ്യത്ത് കാണിച്ചു കൂട്ടിയ കാര്യങ്ങളെല്ലാം നമ്മുടെ ഇപ്പൊ എല്ലാ ദിവസവും കണ്ടുകൊണ്ട് അത് എന്ത് ജനാധിപത്യ രാജ്യം, ജനങ്ങൾ അല്ല തെരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയാണ് ട്രംപ്. അദ്ദേഹം ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. നമ്മളിപ്പോ ഈ ഗൾഫ് രാജ്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജാവിന്റെ കീഴിലുള്ള രാജ്യങ്ങളാണ്. നാളെ വരുന്ന ഒരു രാജാവ് അവിടുത്തെ ഇപ്പൊ അത്രയ്ക്ക് ഫേവറബിൾ അല്ലാത്ത രീതിയിലാണ് പെരുമാറുന്നതെങ്കിൽ നമ്മൾ അവിടെ വഴി ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇപ്പൊ ഇന്ന രാജ്യത്ത് തന്നെ ഇപ്പൊ സാർ ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ ദുബായിലുള്ള ഒരു വ്യക്തി ദുബായിലേക്ക് തന്നെ തിരിച്ചു കിട്ടണമെന്ന് നിർബന്ധമില്ല. നിങ്ങളെ സംബന്ധിച്ച് ഇപ്പൊ നാളെ കുവൈറ്റിലേക്ക് പോയി കുവൈറ്റിലുള്ള അക്കൗണ്ടിലേക്ക് മാറ്റാൻ പറ്റും. ഓക്കെ. അപ്പൊ നമുക്ക് ഇന്ത്യൻ അക്കൗണ്ടിലേക്ക് ആ പണം കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ഗൾഫിലേക്ക് ഇങ്ങോട്ട് ഈ അക്കൗണ്ടിലേക്ക് കൊണ്ടുവന്നിട്ട് പിന്നെ അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ? അതെ. ഓക്കെ. പക്ഷെ ഇൻ ഫ്യൂച്ചറിൽ NRI അക്കൗണ്ടിലേക്ക് തന്നെ തിരിച്ചിട്ടാനുള്ള ഓപ്ഷൻസ് അവൈലബിൾ. അതായത് ഇന്ത്യയിലത്തെ NRI അക്കൗണ്ടിലേക്ക് തന്നെ ഈ എമൗണ്ട് തിരിച്ചു കിട്ടാവുന്ന രീതിയിലുള്ള ഓപ്ഷൻസ് വരുമെന്നാണ് ഇപ്പൊ നിലവിൽ വന്നിട്ടില്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ ഇത് ഇൻട്രൊഡക്ടറി ലെവലിലാണ്. ഹലോ, നമസ്കാരം. നമ്മൾ ഡോളർ ഇൻവെസ്റ്റ് ചെയ്താലും അവരത് റുപ്പിയിലോട്ട് കൺവേർട്ട് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നു. പിന്നീട് അവർ റുപ്പിയിൽ നമ്മൾ റെഡീം ചെയ്യുമ്പോൾ ആ റുപ്പിയിൽ തിരിച്ച് അവർ ഡോളറിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. അങ്ങനെയല്ല സംഭവിക്കുന്നത്. അങ്ങനെ സംഭവിക്കുമ്പോൾ ആക്ച്വലി നമുക്ക് ആ റുപ്പി ഡിപ്രീസിയേഷന്റെ ബെനിഫിറ്റ് നമുക്ക് വരുന്നുണ്ടോ ശരിക്കും? ഞാൻ റുപ്പി ഡിപ്രീസിയേഷന്റെ ബെനിഫിറ്റിനേക്കാൾ ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോഴും ഇവർ കൺവേർട്ട് ചെയ്യുന്നതും തമ്മിലുള്ള മാർജിനിലുള്ള വ്യത്യാസം. ഓക്കെ, മനസ്സിലായി. ഇവിടെ ടാക്സേഷനിലാണ് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. പിന്നെ നമ്മൾ കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ 0.9 അല്ലെങ്കിൽ 1% ഒക്കെ മാർജിൻ വരുമെങ്കിൽ ഇവർ കൺവേർട്ട് ചെയ്യുമ്പോൾ 0.1 അങ്ങനെ വളരെ വളരെ മൈന്യൂട്ടായിട്ടുള്ള, കാരണം ആയിരക്കണക്കിന് ഇൻവെസ്റ്റേഴ്സിൽ നിന്ന് വരുന്ന ഫണ്ട് ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണ് ഇവര്. ഇവരെ സംബന്ധിച്ച് വളരെ മൈന്യൂട്ട് പെർസെന്റേജ് മാത്രമേ അവിടെ കൺവേർഷൻ റേഷ്യോ വരുള്ളൂ. ഞാൻ പറയാൻ പോകുന്നത് ഇന്നും മ്യൂച്വൽ ഫണ്ട് എവിടെയാണോ അടുത്ത ഒരു 5 വർഷം 10 വർഷം കഴിയുമ്പോൾ അവിടെ ഈ ഒരു സാധനം എത്തും എന്നുള്ള തിരിച്ചറിവിൽ നിന്നാണ് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ അതിൻ്റെ ഒരു ഫസ്റ്റ് മൂവർ എന്നുള്ളൊരു ലെവലിൽ നമ്മൾ ഇതിൻ്റെ, കാരണം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇതിനെക്കുറിച്ച് പഠിച്ചിരുന്നു. അപ്പോൾ പഠിച്ച സമയത്ത് കാരണം ഇതിൽ വേറെ മ്യൂച്വൽ ഫണ്ടിൽ എന്ത് റിസ്ക് ഉണ്ടോ അതാണ് ഇവിടെ നമ്മളെ സംബന്ധിച്ച് റിസ്ക് ഉള്ളൂ. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് മ്യൂച്വൽ ഫണ്ടിൽ കിട്ടുന്ന റിട്ടേൺ തന്നെ നമുക്ക് കിട്ടും. പക്ഷെ എക്സ്ട്രാ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഞാൻ നേരത്തെ 13 ക്വാളിറ്റിയാണ് മ്യൂച്വൽ ഫണ്ടിൽ പറഞ്ഞിരുന്നത് വെച്ചെങ്കിൽ എക്സ്ട്രാ എനിക്കൊരു 2-3 എക്സ്ട്രാ ക്വാളിറ്റിയും കൂടി ഈ ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷനിൽ എനിക്ക് കണ്ടെത്താൻ സാധിച്ചു എന്നതുകൊണ്ടാണ് ഞാനിത് പ്രൊമോട്ട് ചെയ്യാൻ കാരണം. എന്തായാലും കാരണം ഞാൻ അത്രയ്ക്ക് വളരെ എക്സൈറ്റഡ് ആയിട്ട് നമ്മളെ സംബന്ധിച്ച് ഒരു സെപ്പറേറ്റ് വിങ് തന്നെ ഇപ്പൊ നോർമൽ സിറ്റുവേഷനിൽ ഈ ഒരു ഇൻവെസ്റ്റേഴ്സിനെ ഇപ്പൊ രഞ്ജിത്ത് തന്നെ ഡയറക്റ്റ് ആയിരിക്കും ഹാൻഡിൽ ചെയ്യുന്നത്. കാരണം തുടക്കം ആയതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യേണ്ട ഒരു കാര്യമുള്ളതുകൊണ്ട് രഞ്ജിത്ത് ഡയറക്റ്റ് ആയിരിക്കും കൂടുതൽ ചെയ്യാൻ പോകുന്നത്. അപ്പം അതിനുശേഷം നമ്മൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഓരോ ദിവസത്തോളം ഇതുമായിട്ട് ബന്ധപ്പെടുത്തി പുതിയ കാര്യങ്ങൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നതാണ് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ ഏറ്റവും വലിയൊരു ദൗത്യം. അപ്പോൾ നമുക്കിത് കാരണം ഞാൻ ഇതിൻ്റെ സമയം എടുത്തത് ഇപ്പൊ ജൂലൈയിലാണ് ഫസ്റ്റ് പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇവർ തുടക്കം മുതൽ നമ്മുടെ അടുത്ത് പറഞ്ഞെങ്കിലും നമ്മൾ ആ സമയത്ത് ചാടിക്കേറി വരാത്തതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് കാരണം നമ്മളെ സംബന്ധിച്ച് എടുത്ത് ചാടി ചെയ്യുന്നതിന് പകരം ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അത്രയ്ക്ക് ഒരു കോൺഫിഡൻറ്റ് കിട്ടിയിട്ട് നിങ്ങളോട് പറയാം എന്നുള്ള ഒരു ഉദ്ദേശത്തിന്റെ പേരിലാണ് നമ്മൾ ഇത്ര ടൈം
തന്നെ. കാരണം ഏകദേശം ഒരു 5-6 മാസം നമ്മൾ വെയിറ്റ് ചെയ്ത്. പക്ഷെ ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് ഇതൊരു ഫ്യൂച്ചറാണ്. എനിക്ക് 3 ക്വസ്റ്റ്യൻ ആണുള്ളത്, പെട്ടെന്ന് തീർക്കാം. ഒന്ന് ഇതിന്റെ മിനിമം ഇൻവെസ്റ്റ്മെന്റ് എത്രയാണെന്നാ പറഞ്ഞത്? $150,000 സാർ. $150,000 ആണ് ഈ ദിറംസ് അല്ലോ അല്ലേ? ഇല്ല ഡോളർ. ഓക്കെ, 150,000 ദാറ്റ് മീൻസ് 1,50,000 അല്ലേ? ഇല്ല, ഏകദേശം ഒരു 1,30,00,000 വരും. ഓക്കെ. ഇതിനകത്ത് നമ്മൾ TDS കൊടുക്കണോ? ഇപ്പൊ ഈ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസക്ക് TDS അല്ല, GST വല്ലതും വരുമോ എന്നുള്ളത്? GST കൊടുക്കേണ്ട കാര്യമില്ല സാർ. GST വേണ്ട. അവിടെ GST അല്ല, ഫ്രീ ആണ്. ഓക്കെ. അപ്പൊ 100% അലോക്കേഷൻ ആണ് നമുക്ക് ഫ്രണ്ടിൽ കിട്ടുന്നത്. അതെ. മറ്റേ ഒന്നും വരില്ല. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇപ്പൊ ഞാനിപ്പോ അവിടെ SIP ചെയ്യുന്നുണ്ടല്ലോ, സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ചെയ്യുന്നുണ്ടല്ലോ, അതെനിക്ക് അങ്ങോട്ട് സ്വിച്ച് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. അതായത് ഇപ്പൊ സാറിനെ സംബന്ധിച്ച് ഇപ്പൊ NRI അക്കൗണ്ടിൽ കിടക്കുന്ന എമൗണ്ട് ഇപ്പൊ സാറിന്റെ ഫോറിൻ ആ എമൗണ്ട് അങ്ങോട്ട് മാറ്റി കഴിഞ്ഞാൽ, പുറത്തത്തെ അക്കൗണ്ടിൽ മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാലേ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇങ്ങോട്ട് എനിക്ക് വിഡ്രോ ചെയ്താലേ മാറ്റാൻ പറ്റുള്ളൂ, അല്ലാതെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അല്ലാതെ ഇപ്പൊ നിലവിലുള്ള ഫണ്ട് എനിക്ക് അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. ഞാനോട് ചെയ്തുകൊണ്ടിരിക്കുന്ന അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. ഈ എമൗണ്ട് സാർ ഫോറിനിലേക്ക് കൊണ്ടുപോകണം. ഓക്കെ. എന്നിട്ട് അവിടുത്തെ അക്കൗണ്ട് വഴിയേ ഇപ്പൊ നിലവിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നാളെ ചിലപ്പോൾ NRI അക്കൗണ്ട് ത്രൂ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാൻ ഓപ്ഷൻ വരുമോന്ന് എനിക്കറിയില്ല. പക്ഷെ ഇന്ത്യൻ റുപ്പീസിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ചാൻസ് കുറവാണ്. USD മിക്കവാറും പറ്റണത്. ഓക്കെ. പിന്നെ ഇതിന്റെ നമ്മളിപ്പോ നമ്മുടെ നിലവിൽ കിടക്കുന്ന ദിറംസ് നമ്മൾ ഡോളറായിട്ട് കൺവേർട്ട് ചെയ്ത് ഇങ്ങനെ ഇത് ബാങ്കിലേക്ക് സ്റ്റാൻഡിംഗ് ഇൻസ്ട്രക്ഷൻ കൊടുക്കുവാണ് നമ്മള്. ജസ്റ്റ് ബാങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്ക് അപ്പൊ തന്നെ കൺവേർട്ട് ചെയ്ത് ദുബായ് വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാൻഡിംഗ് ഇൻസ്ട്രക്ഷൻ ആവശ്യമില്ല, വൺ ടൈം ഇതാണല്ലോ അല്ലേ? വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ്. നിലവിൽ നമുക്ക് SIP അങ്ങനത്തെ ഓപ്ഷൻസ് ഒന്നും അവൈലബിൾ അല്ല. കാരണം ഇത് ഒരു പ്രീമിയം സെഗ്മെന്റിലാണ് ഇപ്പൊ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. പക്ഷെ റീറ്റെയിൽ സെക്ടറിലും ലോഞ്ച് ചെയ്യുമെന്നാണ് നമുക്ക് കിട്ടിയൊരു അറിവ്. പക്ഷെ അവരതിന്റെ ബാക്ക് എൻഡ്, കാരണം HNI പോലെ അത്രയ്ക്ക് ഈസി അല്ല റീറ്റെയിലിനെ ഹാൻഡിൽ ചെയ്യുക എന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ ബാക്ക് എൻഡ് പ്രോസസ്സൊക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി അതിന്റെ പ്രോസസ്സിലാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു ഒരു 5-6 മാസത്തിനുള്ളിൽ റീറ്റെയിൽ സെക്ടറിലുള്ള ഫണ്ടുകളും ലോഞ്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട്. എന്റെ ഒരു അറിവിൽ $1,000 to $10,000 ഇടക്കുള്ള മിനിമം ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കും റീറ്റെയിൽ ഇതിൽ വരുന്നത്. ഫണ്ടിംഗ് മാനേജർ ചാർജസ് കൂടുതലുണ്ടോ? അത് ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. സാധാരണ രീതിയിൽ ഇതിലൂടെ കളക്ട് ചെയ്യുന്ന എമൗണ്ട് എല്ലാം ഡയറക്റ്റ് ഫണ്ട്, അതായത് മ്യൂച്വൽ ഫണ്ടിന്റെ ഡയറക്റ്റ് ഫണ്ടിലായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അവിടെ ഏകദേശം വരുന്ന ആ ഒരു ചാർജും, പിന്നെ സാധാരണ ഏകദേശം ഒരു 1.5 to 1.75% വരെയാണ് ഫണ്ട് മാനേജ്മെന്റ് ചാർജ് ആയിട്ട് വരുന്നത്. ഓൾ ടുഗദർ ഏകദേശം ഒരു 2.25% ആണ് എല്ലാവരും കൂടി കൂട്ടി ഏകദേശം ചാർജ് വരുന്നത്. ടോട്ടലായിട്ട് വരുന്നത് അല്ലേ? അതായത് റെഗുലർ ഫണ്ടിൽ വരുമ്പോൾ റെഗുലർ ഫണ്ടിൽ അങ്ങനെ ഓപ്ഷൻ ഒന്നും ഇല്ല. ഇപ്പൊ നിലവിൽ നമുക്ക് ഇതിൽ വരുന്ന സമയത്ത് എല്ലാവരും കൂടി കൂട്ടി എല്ലാ ചാർജും കൂടി ഇവരുടെ ഫണ്ട് പിന്നെ ഈ മ്യൂച്വൽ ഫണ്ടിന്റെ ചാർജും എല്ലാവരും കൂടി ഏകദേശം ഒരു 2.25 ആ ഒരു റേഞ്ചിലാണ് ഓൺ ആൻ ആവറേജ് വരുന്നത്. എത്തിക്കൽ ഫണ്ട് ഓപ്ഷൻ ഇപ്പൊ നിലവിൽ അവൈലബിൾ അല്ല. കാരണം ഇതിൽ ഇപ്പൊ അത് എത്തിക്കൽ ഫണ്ട് മ്യൂച്വൽ ഫണ്ടിൽ തന്നെ ഓപ്ഷൻസ് അവൈലബിൾ വളരെ കുറവാണ്. അപ്പൊ ഇൻ ഫ്യൂച്ചറിൽ ചിലപ്പോൾ വരുമായിരിക്കാം. പക്ഷെ നിലവില് ഓപ്ഷൻസ് ഇല്ല. ഓക്കെ, വളരെ ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള വളരെ നല്ലൊരു സെഷൻ ആയിരുന്നു. എന്തായാലും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു എക്സ്ട്രാ തരാൻ സാധിച്ചു എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പൊ ഇനി ഫർദർ ഇതുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും നമ്മൾ കോണ്ടാക്ട് ചെയ്യാം. ഇപ്പൊ രഞ്ജിത്ത് ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. കാരണം രഞ്ജിത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ കാര്യത്തിൽ എന്നേക്കാൾ ഒരു സ്റ്റെപ്പ് നോളജ് കൂടുതലുള്ള വ്യക്തിയാണ്. കാരണം അദ്ദേഹമാണ് ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വിഷയത്തെക്കുറിച്ചെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ രഞ്ജിത്ത് തന്നെയായിരിക്കും ഇപ്പൊ ഈ ഒരു കാറ്റഗറിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരെ ഡയറക്റ്റ് ഫസ്റ്റ് ലെവലിൽ സർവീസ് ചെയ്യുന്നതിന് വേണ്ട ഹെൽപ്പൊക്കെ ചെയ്തു തരുന്നത് രഞ്ജിത്ത് തന്നെയായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ റിലേഷൻഷിപ്പ് മാനേജറായിട്ട് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ബാക്കി വേണ്ട പ്രോസസ്സും ബാക്കി വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യാൻ സാധിക്കും. ഇപ്പൊ ദുബായിലുള്ളവർക്കാണെങ്കിൽ ആണെങ്കിൽ ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് ഇപ്പൊ അറ്റസ്റ്റേഷനൊക്കെ ചെയ്യുന്നതിന് വേണ്ടി ദുബായിൽ തന്നെ നമ്മളെ ആൾക്കാരുണ്ട്. അവിടെ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ബാക്കിയുള്ളവരാണെങ്കിൽ ബാങ്ക് ഈ പറഞ്ഞ ഓപ്ഷൻ ത്രൂ അറ്റസ്റ്റേഷൻ ചെയ്യേണ്ട സാഹചര്യമുണ്ട്.
വൺ ഓഫ് ദി ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷനാണ്. ഇതിനേക്കാൾ നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ ടാക്സ് കൊടുക്കാതെ ഇപ്പൊ ഇന്ത്യൻ റുപ്പീസിലേക്ക് കൺവേർട്ട് ചെയ്യാതെ പുറത്തത്തെ അക്കൗണ്ടിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാവുന്ന ഒരു ഓപ്ഷൻസ് ആണ് നമുക്ക് ഇത്ര നാളെ ഞങ്ങളോട് കസ്റ്റമേഴ്സ് ചോദിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്. അതാണ് ഇപ്പൊ നിലവിൽ നമുക്ക് അവൈലബിൾ ആയിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ചെയ്യുക. നമുക്ക് എന്തായാലും നമുക്ക് ഒരുമിച്ച് പിന്നെ ഈ മ്യൂച്വൽ ഫണ്ടിനെ പോലെ ഇവിടെ ഡെയിലി NAV ഡിക്ലെയർ ചെയ്യുമെങ്കിലും നമുക്ക് ഇപ്പൊ നിലവിൽ അത് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയുള്ള പ്ലാറ്റ്ഫോംസ് ഇപ്പൊ നിലവിൽ അവൈലബിൾ അല്ല. ഇൻ ഫ്യൂച്ചറിൽ അത് പതുക്കെ കാരണം ഇത് ഇൻട്രൊഡക്ടറി ലെവലിലാണ്. അപ്പോൾ പതുക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും സ്റ്റേറ്റ്മെന്റ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എടുത്തു തരാൻ പറ്റും. പക്ഷെ ഇപ്പം മ്യൂച്വൽ ഫണ്ടിൽ ഇപ്പം നമുക്ക് ആപ്പിൽ കാണുന്നത് പോലെ അങ്ങനത്തെ ഒരു ഫെസിലിറ്റി ഇപ്പം നിലവിൽ അവൈലബിൾ അല്ല. പക്ഷെ ഇൻ ഫ്യൂച്ചറിൽ വരാം. കാരണം എല്ലാ കമ്പനികളും അതിനുവേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു.